എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പവർ പോയിന്റിൻ്റെ ഒരു കംപ്ലീറ്റ് റിവിഷനാണ്. നിങ്ങൾക്ക് പവർ പോയിന്റ് 2007 വേറെ എവിടുന്നും നോക്കേണ്ട ആവശ്യം വരില്ല. ഫുള്ള്, അതായത് ഇവിടുന്ന് വരുന്ന എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആയിട്ട് കറക്റ്റായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ ടൈപ്പിസ്റ്റ്, സ്റ്റെനോഗ്രാഫർ, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് റിലേറ്റഡ് എക്സാമുകൾ എഴുതുന്ന ആരെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. സ്കിപ്പ് ചെയ്യാതെ കാണുക. കുറച്ച് ലോങ് വീഡിയോ ആണ്, എങ്കിലും നിങ്ങൾക്ക് എക്സാമിന് ഉപകാരപ്രദമാകും. ഓക്കെ, നമുക്ക് തുടങ്ങാം. പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ എന്താണെന്ന് നോക്കാം. പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഇൻഫർമേഷൻ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ഒരു ഓഡിയൻസിലേക്ക് നമുക്ക് അറിയാം, വലിയൊരു ടോപ്പിക്കാണെങ്കിൽ അതിലെ പോയിന്റുകളൊക്കെ മറന്നു പോകും. അങ്ങനെ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ, പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് പവർ പോയിൻ്റായിട്ട് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു പ്രസൻറ്റേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതായത് നമുക്ക് മൂവി ഷോ അല്ലെങ്കിൽ ഓഡിയോ വിഷ്വൽസ്, അതുപോലെ തന്നെ ഓഡിയോസും വിഷ്വൽസും പിന്നെ പിക്ചേഴ്സ്, എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഈ പവർ പോയിന്റിൽ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഇത് സ്ലൈഡ് ഷോയിൻ്റെ ഫോമിൽ ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ പാക്കേജാണ് ഈ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ടെക്സ്റ്റ് എഡിറ്റർ ഉണ്ട്. ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. അതായത് ടെക്സ്റ്റ് എഡിറ്റർ ഫോർ ഇൻപുട്ടിങ് ആൻഡ് ഫോർമാറ്റിംഗ് ടെക്സ്റ്റ്. ടെക്സ്റ്റിനെ ഇൻപുട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഫോർമാറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്നതാണ് ടെക്സ്റ്റ് എഡിറ്റർ. അതുപോലെ തന്നെ ഫെസിലിറ്റി ഫോർ ഇൻസേർട്ടിങ് ഗ്രാഫിക്സ് ആൻഡ് അതർ മൾട്ടിമീഡിയ ഫയൽസ്. മൾട്ടിമീഡിയ ഫയൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വോയിസ് ആയിട്ടുള്ള ഫയൽസ്, അതുപോലെ തന്നെ വീഡിയോ, ഇതിനെയൊക്കെയാണ് മൾട്ടിമീഡിയ ഫയൽസ് എന്ന് പറയുന്നത്. ഗ്രാഫിക്സ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു കണ്ടൻറ്റിനെ സ്ലൈഡ് ഷോ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണൊരു പവർ പോയിൻറ്റിൻ്റെ വിൻഡോ എന്ന് പറയുന്നത്. ഇതിൽ സ്ലൈഡ് ടാബ് ഉണ്ട്, ഔട്ട്ലൈൻ സ്ലൈഡ് ടാബ്, ക്വിക്ക് ആക്സസ് ടൂൾ ബാർ, ടൈറ്റിൽ ബാർ, പ്ലേസ് ഹോൾഡർ. പിന്നെ ഇതിൽ സ്ലൈഡ് പെയിൻ എന്ന് പറയുന്ന അതിൽ സ്ലൈഡ് വ്യൂ ഉണ്ട്, നോട്ട്സ് പെയിൻ ഉണ്ട്, വ്യൂ ബട്ടൺസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ സ്ലൈഡ് ടാബിലാണ് നമുക്ക് സ്ലൈഡ്സിനെയൊക്കെ കാണാൻ പറ്റുന്നത്. ഇനി ഔട്ട്ലൈൻ സ്ലൈഡ് ടാബിൽ നമ്മൾ ആ സ്ലൈഡുകളിൽ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് ഔട്ട്ലൈനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടാബാണ് ഔട്ട്ലൈൻ സ്ലൈഡ് ടാബ് എന്ന് പറയുന്നത്. ഇനി ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വേർഡിൽ ഉപയോഗിക്കുന്ന അതേ സെയിം ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ആണ്. അതായത് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ആക്സസ് വേണ്ട എന്തെങ്കിലും ബട്ടൺസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അവിടെ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇവിടെ അൺഡു, റീഡു, സേവ്, ഇതൊക്കെ ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ വരുന്നതാണ്. ടൈറ്റിൽ ബാർ. ടൈറ്റിൽ ബാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏത് പ്രോഗ്രാമാണോ റൺ ചെയ്യുന്നത് അതിൻ്റെ പേര്, ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ പേര് കൂടിയിട്ട് വരുന്ന ഒരു ബാറാണ് ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത്. പ്ലേസ് ഹോൾഡർ എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ടെക്സ്റ്റോ മറ്റേതെങ്കിലും ഫയൽസൊക്കെ മറ്റേതെങ്കിലും, അതായത് പിക്ചറോ അങ്ങനെ എന്തെങ്കിലും വരുന്ന ഇതിനെയാണ് പ്ലേസ് ഹോൾഡർ എന്ന് പറയുന്നത്. ഇനി സ്ലൈഡ് പെയിൻ എന്ന് പറഞ്ഞാൽ സ്ലൈഡുകൾ ലേ ഔട്ടായിട്ട് കാണാൻ പറ്റും. പിന്നെ സ്ലൈഡ് വ്യൂ അതുണ്ട്. നോട്ട്സ് പെയിനിൽ നമുക്ക് നോട്ടുകൾ ആഡ് ചെയ്യാൻ പറ്റും. വ്യൂ ബട്ടൺസ്, അതായത് ഡിഫറെൻറ്റ് വ്യൂസ് ഉണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് കാണാൻ വേണ്ടിയിട്ടുള്ള വ്യൂ ബട്ടൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇമ്പോർട്ടൻറ്റ് പ്രസൻറ്റേഷൻ പ്രോഗ്രാംസ് നോക്കാം. മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ്, ലിബർ ഓഫീസ് ഇംപ്രസ്, ഗൂഗിൾ സ്ലൈഡ്സ്, WPS പ്രസൻറ്റേഷൻ, ആപ്പിളിൻ്റെ കീ നോട്ട്, എലഗൻറ്റ് ഡിസൈൻ ഫീച്ചേഴ്സ് ഫോർ മാക് OS or iOS users, Canva, easy to use design tool with presentation features. Prezi, non-linear zooming presentation tool ആണ്. Zoho Show, ഓൺലൈൻ പ്രസൻറ്റേഷൻ ടൂൾ ഫ്രം Zoho Suite. Visme, great for infographics and visual presentation. Slides, the presentation made up of so many. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം. അതായത് നമ്മൾ താഴെ തന്നിട്ടുള്ളതിൽ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏത്, അല്ലെങ്കിൽ ഏതാണ് പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ ചോദിക്കാറുമുണ്ട്. മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ്, ലിബർ ഓഫീസ് ഇംപ്രസ്, ഗൂഗിൾ സ്ലൈഡ്സ്, WPS പ്രസൻറ്റേഷൻ, ആപ്പിളിൻ്റെ കീ നോട്ട്, കൺവ, പ്രസി, സോഹോ ഷോ, വിസ്മേ, സ്ലൈഡ്സ്.
ഓക്കെ, ഇനി ഈ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് സ്ലൈഡ്സ് കൊണ്ട് വരുന്നതാണ്. അതായത് ആ ഒരു പ്രസൻറ്റേഷൻ്റെ ഇൻഡിവിജ്വൽ പാർട്ടിനെയാണ് സ്ലൈഡ് എന്ന് പറയുന്നത്. അതായത് വേർഡിൽ നമ്മൾ ഒരു ഇൻഡിവിജ്വൽ പാർട്ടിന് നമ്മൾ എന്ത് പറയും, വേർഡ് ഡോക്യുമെൻറ്റിൽ പേജ് എന്ന് പറയും. പേജ് പോലെ തന്നെ പ്രസൻറ്റേഷനിൽ വരുന്ന ആ ഒരു ഒറ്റ ഒരു ഇതിനെയാണ് സ്ലൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ പാർട്സ് ഓഫ് എ പ്രസൻറ്റേഷൻ ഈസ് നോൺ ആസ് സ്ലൈഡ്സ്. പ്രസൻറ്റേഷൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സോ മെനി സ്ലൈഡ്സ്. പിന്നെ the slide that is used to introduce a topic and set the tone for the presentation is called the title slide. ടൈറ്റിൽ സ്ലൈഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ടോപ്പിക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, ആ ഒരു പ്രസൻറ്റേഷൻ്റെ ടോണ് സെറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ടൈറ്റിൽ സ്ലൈഡാണ്. അപ്പോൾ ഇതാണ് ഒരു മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റിൻ്റെ വിൻഡോ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അത് തന്നെയാണ് വന്നിട്ടുള്ളത്, സെയിം സാധനം തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ എത്ര ടാബുകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ടാബ്സാണ് വരുന്നത്. ഹോം, ഇൻസേർട്ട്, ഡിസൈന്, ആനിമേഷൻസ്, സ്ലൈഡ് ഷോ, റിവ്യൂ, വ്യൂ, ആഡ് ഇൻസ്. ഓക്കെ, അതിൽ വ്യൂ വരെയാണ് നമ്മൾ വരുന്നത്. ആഡ് ഇൻസ് എക്സ്ട്രാ വരുന്ന ടാബാണ്, അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സ്റ്റോറി ബോർഡ്. സ്റ്റോറി ബോർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ ഓരോ സ്ലൈഡിലും എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ എഴുതി വെക്കുന്നത്, അതായത് മുൻകൂട്ടി തീരുമാനിച്ച് വെക്കുന്നതിനാണ് സ്റ്റോറി ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് പ്ലാനിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഇൻഫർമേഷൻ ടു ഇൻക്ലൂഡ് ഓൺ ഈച്ച് സ്ലൈഡ് ഈസ് കോൾഡ് സ്റ്റോറി ബോർഡ്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് തിയറിയാണ്, പഠിച്ചു വെക്കുക, ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റണം. സ്റ്റോറി ബോർഡ് എന്ന് പറഞ്ഞാൽ ഓരോ സ്ലൈഡിലും എന്തൊക്കെ ഇൻഫർമേഷൻ ഇൻക്ലൂഡ് ചെയ്യണം, അതുപോലെ തന്നെ എന്തൊക്കെയാണ് അതിൽ വരേണ്ടത്, ഏത് രീതിയിലാണ് വരേണ്ടതെന്നുള്ളത് പ്ലാൻ ചെയ്ത് വെക്കുന്നതാണ്. അതുപോലെ തന്നെ ദ ബേസിക് സ്റ്റെപ്പ് ടു മേക്കിംഗ് സ്റ്റോറി ബോർഡ് ഇൻ പവർ പോയിന്റ് include writing down what you want to show for each slide in the storyboard, then using PowerPoint's graphical tools to illustrate the description you wrote. അതായത് നമുക്ക് ഈ സ്ലൈഡുകളിൽ ഓരോ സ്ലൈഡിലും എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് എഴുതി വെക്കുന്നതാണ് സ്റ്റോറി ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, റിബൺസ് ആൻഡ് ടാബ്സ്. അപ്പോൾ ഇതിൽ ഓരോ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് 2007 ഓരോ റിബണിനെ നമുക്ക് വിശദമായിട്ട് നോക്കാം. ഓക്കെ, ആദ്യത്തേത് ഹോം ടാബാണ്. ഹോം ടാബ് എന്ന് പറയുമ്പോൾ 6 ഗ്രൂപ്പായിട്ട് വരുന്നുണ്ട്. 6 ഗ്രൂപ്പാണ് ഹോം ടാബിൽ വരുന്നത്. അതായത് ഇതാവിടെ നോക്കാം. ആദ്യത്തെ ക്ലിപ്പ് ബോർഡ്, സ്ലൈഡ്സ്, ഫോണ്ട്, പാരഗ്രാഫ്, ഡ്രോയിങ്, എഡിറ്റിംഗ്. ഓക്കെ, അതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഈ ഹോം ടാബ് റിലേറ്റ് ചെയ്തിരിക്കുന്ന സ്ലൈഡ് ലേഔട്ടും ഫോർമാറ്റിങ്ങിൻ്റെയും ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അതിൽ വരുന്ന ഗ്രൂപ്പ്സാണ് ക്ലിപ്പ് ബോർഡ്, സ്ലൈഡ്സ്, ഫോണ്ട്, പാരഗ്രാഫ്, ഡ്രോയിങ്, എഡിറ്റിംഗ്. അതായത് നമുക്ക് ഈ ഹോം ടാബിൽ നമുക്ക് ക്വിക്കായിട്ട് പുതിയൊരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ലേഔട്ട് ചൂസ് ചെയ്യാൻ പറ്റും, പിന്നെ ടെക്സ്റ്റിൻ്റെ ഫോർമാറ്റ് മാറ്റാൻ പറ്റും, ഷേപ്സ് ആഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഹോം ടാബിൽ 6 ഗ്രൂപ്പുകളാണ് വരുന്നത്. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിപ്പ് ബോർഡ്, സ്ലൈഡ്സ്, ഫോണ്ട്, പാരഗ്രാഫ്, ഡ്രോയിങ്, എഡിറ്റിംഗ്, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇതിൽ ഓരോന്നും എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കാം. അടുത്തത് ഇൻസേർട്ട് ടാബാണ്. ഇൻസേർട്ട് ടാബ് 5 ഗ്രൂപ്പായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ടേബിൾസ്, ഇല്ലുസ്ട്രേഷൻസ്, ലിങ്ക്സ്, ടെക്സ്റ്റ്, മീഡിയ ക്ലിപ്സ്. ഓക്കെ, അതായത് നമുക്ക് ഈ ഇതിലേക്ക് സ്ലൈഡുകളിലേക്ക് എന്തൊക്കെയാണോ മറ്റു ഒബ്ജക്ട്സിനെ ആഡ് ചെയ്യാനുള്ളത് അതൊക്കെ ആഡ് ചെയ്യുന്നത് ഇവിടെയാണ്, ഇൻസേർട്ടിലാണ്. അതായത് ടേബിൾസ്, പിക്ചേഴ്സ്, ഡയഗ്രാംസ്, ചാർട്ട്സ്, ടെക്സ്റ്റ് ബോക്സസ്, സൗണ്ട്സ്, ഹൈപ്പർ ലിങ്ക്സ്, ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സ്, ഇതൊക്കെ ആഡ് ചെയ്യുന്നത് ഇൻസേർട്ട് ടാബിലാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇൻസേർട്ട് ടാബിൽ 5 ഗ്രൂപ്പാണ് വരുന്നത്. ടേബിൾസ്, ഇല്ലുസ്ട്രേഷൻസ്, ലിങ്ക്സ്, ടെക്സ്റ്റ്, മൾട്ടിമീഡിയ, ക്ലിപ്സ്. ഓക്കെ, ഡിസൈൻ ടാബ് നോക്കാം. ഡിസൈൻ ടാബ് ഈസ് ഓർഗനൈസ്ഡ് ഇൻ 3 ഗ്രൂപ്പ്സ്. 3 ഗ്രൂപ്പായിട്ടാണ് വരുന്നത്. പേജ് സെറ്റപ്പ്, തീംസ്, ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഈ തീംസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ഇതിൻ്റെ സ്ലൈഡിൻ്റെ പ്രസൻറ്റേഷൻ മൊത്തത്തിലുള്ള ലുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് കളേഴ്സ്, ബാക്ക്ഗ്രൗണ്ട്, ഫോണ്ട് ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് തീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇപ്പോൾ പറഞ്ഞ 3 ടാബിൽ ഫസ്റ്റ് ഇത് ഹോമിൽ പറഞ്ഞത് എത്ര എണ്ണമാണ്? 6 എണ്ണമാണ്, 6 ഗ്രൂപ്പാണ് പറഞ്ഞത്. ഇൻസേർട്ട് ടാബിൽ 5 ഗ്രൂപ്പ്,
ഡിസൈൻ ടാബിൽ 3 ഗ്രൂപ്പാണ് വരുന്നത്. ഇനി ആനിമേഷൻസ് ടാബ് നോക്കാം. ആനിമേഷൻ ടാബ് 3 ഗ്രൂപ്പായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പ്രിവ്യൂ, ആനിമേഷൻസ്, ട്രാൻസിഷൻസ് ടു ദിസ് സ്ലൈഡ്. ഓക്കെ, അത്രയും ഗ്രൂപ്പാണ് വരുന്നത്. ഇതിൽ ഈ ഒരു ടാബിൽ നമുക്ക് ആനിമേഷൻ സെറ്റ് ചെയ്യാനും എഫക്ട്സ് കൊണ്ടുവരാനും സ്ലൈഡ് ട്രാൻസിഷൻ ആഡ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷനാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ആനിമേഷൻസ് ടാബിൽ 3 ഗ്രൂപ്പായിട്ടാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. പ്രിവ്യൂ, ആനിമേഷൻസ്, ട്രാൻസിഷൻ ടു ദിസ് സ്ലൈഡ്. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ലൈഡിലെ ഒബ്ജക്ട്സിന് ആനിമേഷൻ കൊടുക്കാനും സ്ലൈഡിന് ട്രാൻസിഷൻ കൊടുക്കാനും ഒക്കെയുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇനി സ്ലൈഡ് ഷോ എന്ന് പറയുമ്പോൾ ഇതിലും 3 ഗ്രൂപ്പാണ് വരുന്നത്. സ്റ്റാർട്ടർ സ്ലൈഡ് ഷോ, സെറ്റപ്പ്, മോണിറ്റേഴ്സ്. ഇതാണ് ഈ സ്ലൈഡ് ടാബിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നരേഷനും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ റെസൊല്യൂഷൻ, നരേഷൻ റെക്കോർഡ് ചെയ്യാൻ, റിഹേഴ്സ് ടൈമിങ്, ഇതൊക്കെ വരുന്നത് സ്ലൈഡ് ഷോയിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് സ്ലൈഡ് ഷോ നോക്കുക. ഫ്രം ബിഗിനിങ്, ഫ്രം കറണ്ട് സ്ലൈഡ്, ഫ്രം കസ്റ്റം സ്ലൈഡ് ഷോ. ഇനി സെറ്റപ്പ് ആണെങ്കിൽ സെറ്റപ്പ് സ്ലൈഡ് ഷോ, ഹൈഡ് സ്ലൈഡ്സ് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. റെക്കോർഡ് നരേഷൻ, അതായത് നമ്മളിപ്പോൾ ഇതിൽ പ്രസൻറ്റേഷനിൽ ഓരോ ഇതിനും സ്ലൈഡിനും നമ്മൾ സെപ്പറേറ്റ് വോയിസ് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ഈ റെക്കോർഡ് നരേഷനാണ് വരുന്നത്. റിഹേഴ്സ് ടൈമിങ്സ്, അതായത് ഒരു പ്രസൻറ്റേഷനിൽ വരുമ്പോൾ ലിമിറ്റ് ഉണ്ടാവും. ഇപ്പോൾ 10 മിനിറ്റിൽ പ്രസൻറ്റ് ചെയ്യേണ്ട ഒരു പ്രസൻറ്റേഷൻ ആണെങ്കിൽ നമ്മൾ എത്ര സ്ലൈഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സ്ലൈഡിനും എത്ര സമയം കൊടുത്തു കഴിഞ്ഞാൽ അത് 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തീരും എന്നുള്ളത് നമുക്ക് റിഹേഴ്സ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് റിഹേഴ്സ് ടൈമിങ്സ്. പിന്നെ യൂസ് റിഹേഴ്സ് ടൈമിങ്സ്, പിന്നെ റെസൊല്യൂഷൻ, ഷോ പ്രസൻറ്റേഷൻ ഓൺ. അടുത്ത മോണിറ്റേഴ്സ് ആണ് വരുന്നത്. ഇനി റിവ്യൂ ടാബ് നോക്കാം. റിവ്യൂ ടാബ് 3 ഗ്രൂപ്പായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പ്രൂഫിങ്, കമൻറ്റ്സ്, പ്രൊട്ടക്റ്റ്. അതായത് നമുക്ക് ഈ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്ക്, പിന്നെ അതായത് നമ്മൾ ഈ പ്രസൻറ്റേഷനെ റിവ്യൂ ചെയ്യാനും കമൻറ്റ് ആഡ് ചെയ്യാനൊക്കെ വരുന്ന ഫീച്ചർ ഇവിടെയാണ്, റിവ്യൂ ടാബിലാണ് വരുന്നത്. ഓക്കെ, പ്രൂഫിങ്ങിൽ സ്പെല്ലിങ്, റിസർച്ച്, തെസറസ്, ട്രാൻസ്ലേറ്റ് ലാംഗ്വേജ്. ഇനി കമൻറ്റ്സ് ആണെങ്കിൽ ഷോ, മാർക്കപ്പ്, ന്യൂ കമൻറ്റ്, എഡിറ്റ് കമൻറ്റ്, ഡിലീറ്റ്, പ്രീവിയസ്, നെക്സ്റ്റ്. പ്രൊട്ടക്റ്റ് ആണെങ്കിൽ പ്രൊട്ടക്റ്റ് പ്രസൻറ്റേഷൻ ആ ഒരു ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അടുത്ത ടാബ് വ്യൂ ടാബാണ്, ലാസ്റ്റ് ടാബാണ്. അപ്പോൾ ഇത് 6 ഗ്രൂപ്പായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഓക്കെ, പ്രസൻറ്റേഷൻ വ്യൂസ്, ഷോർ, ഹൈഡ്, സൂം, പിന്നെ കളർ ഓർ ഗ്രേ സ്കെയിൽ, വിൻഡോ, മാക്രോസ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഈ പ്രസൻറ്റേഷൻ്റെ ഡിസ്പ്ലേ മാറ്റാനും പിന്നെ സ്വിച്ച്, അതായത് നോട്ട്സ് പേജ് വ്യൂയിലേക്കും മറ്റ് വ്യൂസിലേക്കും സ്വിച്ച് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നത് ഇതാണ്. പിന്നെ ടേൺ ഓൺ ഗ്രിഡ് ലൈൻസ് ഓൺ ചെയ്യാൻ, അറേഞ്ച് ഓൾ ഓപ്ഷൻ, ഇതൊക്കെയാണ് ഈ വ്യൂ ടാബിൽ മെയിനായിട്ട് വരുന്നത്. ഓക്കെ, മാക്രോസ് സെറ്റ് ചെയ്യാൻ. അപ്പോൾ ഇതെവിടെ ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. പ്രസൻറ്റേഷൻ വ്യൂസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് നോർമൽ, സ്ലൈഡ്സ് ഓർഡർ, നോട്ട്സ് പേജ്, പിന്നെ സ്ലൈഡ് ഷോ, സ്ലൈഡ് മാസ്റ്റർ, ഹാൻഡ് ഔട്ട്, നോട്ട്സ് മാസ്റ്റർ. 7 വ്യൂസാണ് പ്രസൻറ്റേഷൻ വ്യൂസ് വരുന്നത്. ഇനി ഷോർ, ഹൈഡ്, റൂളർ, ഗ്രിഡ് ലൈൻസ്, മെസ്സേജ് ബാർ. സൂം ആണെങ്കിൽ സൂം, ഫിറ്റ് ടു വിൻഡോ. പിന്നെ കളർ ഓർ ഗ്രേ സ്കെയിൽ, കളറ്, ഗ്രേ സ്കെയിൽ, പ്യുവർ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇനി വിൻഡോയിലാണെങ്കിൽ വരുന്നത് ന്യൂ വിൻഡോ, അറേഞ്ച് ഓൾ, കാസ്കേഡ്, മൂവ്, സ്പ്ലിറ്റ്, സ്വിച്ച് വിൻഡോസ്. മാക്രോസിലാണെങ്കിൽ മാക്രോസ്. ഓക്കെ, സ്ലൈഡ് പെയിൻ അല്ലെങ്കിൽ ലെഫ്റ്റ് പെയിൻ. സ്ലൈഡ് പെയിൻ ഇൻ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഡിസ്പ്ലേസ് ഓൾ ഓഫ് ദ സ്ലൈഡ്സ് ഇൻ എ പ്രസൻറ്റേഷൻ. ദിസ് മെനു അലോസ് ദ യൂസർ ടു ക്ലിക്ക് ഈച്ച് ഓഫ് ദ സ്ലൈഡ്സ് ടു വ്യൂ എഡിറ്റ് ദം ഇൻഡിവിജ്വലി. അതായത് സ്ലൈഡ് പെയിൻ, ലെഫ്റ്റ് പെയിൻ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഭാഗത്ത് സ്ലൈഡ്സ് അടുക്കി വെച്ചിരിക്കുന്ന ഒരു പാർട്ട് നമ്മൾ കണ്ടില്ലേ, അതാണ് സ്ലൈഡ് പെയിൻ എന്ന് പറയുന്നത്. അതായത് ആ ഒരു പ്രസൻറ്റേഷനിലുള്ള എല്ലാ സ്ലൈഡ്സിനെയും ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. നമുക്കിത് ഓരോ സ്ലൈഡായിട്ട് കാണാൻ പറ്റും. അത് ഏതൊക്കെയാണോ വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇവിടെയാണ് ഈ സ്ലൈഡ് പെയിൻ എന്ന് പറയുമ്പോൾ ഈ ലെഫ്റ്റ് ഭാഗത്താണ് വരുന്നത്. ഇനി സ്ലൈഡ്സ് ടാബ് എന്ന് പറയുമ്പോൾ സ്ലൈഡ്സ് ടാബ് അലോസ് യു ടു
വ്യൂ സ്ലൈഡ്സ് ഇൻ തംബ്നെയിൽ. തംബ്നെയിലായിട്ട് കാണാൻ പറ്റുന്നതാണ് സ്ലൈഡ് ടാബ്. വി ക്യാൻ ഈസിലി ആഡ് ഓർ ഡിലീറ്റ് ഓർ റീഅറേഞ്ച് സ്ലൈഡ്സ് ഇൻ ദ സ്ലൈഡ് ടാബ് പെയിൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു സ്ലൈഡ് ടാബ് ഉള്ളത് കൊണ്ട് തന്നെ ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും റീഅറേഞ്ച് ചെയ്യാനും ഒക്കെ പറ്റും. പിന്നെ ഇതിൽ ഓരോ സ്ലൈഡിലും കൊടുത്തിട്ടുള്ള ഐഡിയാസ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഔട്ട്ലൈൻ വ്യൂ എന്ന് പറയുമ്പോൾ ഇതിൽ തന്നെ ഇതിൻ്റെ അപ്പുറത്തായിട്ട് ഔട്ട്ലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നില്ല, അവിടെയാണ് ഔട്ട്ലൈൻ വ്യൂ വരുന്നത്. അതിൽ നമുക്ക് ആ ഒരു സ്ലൈഡിലെ കണ്ടന്റ് എന്തൊക്കെയാണെന്നുള്ളത് ഔട്ട്ലൈൻ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, ദ ഔട്ട്ലൈൻ ടാബ് പെയിൻ ഷോസ് യുവർ സ്ലൈഡ് ടെക്സ്റ്റ് ഇൻ ഔട്ട്ലൈൻ ഫോം. അതായത് ആ സ്ലൈഡിൽ ആഡ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ഔട്ട്ലൈൻ ഫോമിൽ കാണാൻ പറ്റും. ഇനി ഇൻസേർട്ടിങ് എ സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോം ടാബിൽ സ്ലൈഡ്സ് ഗ്രൂപ്പിൽ ക്ലിക്ക് ന്യൂ സ്ലൈഡ്. ഓക്കെ, ഹോം ടാബിൽ സ്ലൈഡ്സ് ഗ്രൂപ്പിൽ ന്യൂ സ്ലൈഡ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതവിടെ നോക്കാം. ഹോം ടാബിൽ ഇവിടെ ന്യൂ സ്ലൈഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഏതാണോ വേണ്ടത് ആ ഒരു ഫോർമാറ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, choose the slide layout from the drop down part of new slide button. The default PowerPoint for each new slide to have a title text box and a regular text box. Okay, അപ്പോൾ ഇതിൽ നമുക്ക് വരുന്ന ഓപ്ഷൻസ് നോക്കാം. ഒരു സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോം ടാബിൽ സ്ലൈഡ്സ് ഗ്രൂപ്പിൽ ന്യൂ സ്ലൈഡ് ക്ലിക്ക് ചെയ്യാം. പിന്നെ അതിൽ വരുന്ന ഏതാണോ നമുക്ക് വേണ്ട ലേഔട്ട് ആ ഡ്രോപ്പ് ഡൗൺ പാർട്ടിൽ നിന്ന് നമുക്ക് ഏതാണോ ലേഔട്ട് അത് സെലക്ട് ചെയ്യാൻ പറ്റും. ഡിഫോൾട്ടായിട്ട് വരുന്നത് ടൈറ്റിൽ ബോക്സും റെഗുലർ ടെക്സ്റ്റ് ബോക്സും ആണ് ഡിഫോൾട്ടായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു 6 ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടൈറ്റിൽ സ്ലൈഡ്, ടൈറ്റിൽ ആൻഡ് കണ്ടന്റ്, സെക്ഷൻ ഹെഡർ, 2 കണ്ടന്റ്, കമ്പാരിസൺ, ടൈറ്റിൽ ഓൺലി. ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്, പറയാൻ പറ്റില്ല. അതിൽ നമുക്ക് ഈ ന്യൂ സ്ലൈഡ് ആഡ് ചെയ്യുമ്പോൾ വരുന്ന ലേഔട്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്, അതൊന്ന് നോക്കി വെക്കുക. ടൈറ്റിൽ സ്ലൈഡ്, ടൈറ്റിൽ ആൻഡ് കണ്ടന്റ്, സെക്ഷൻ ഹെഡർ, 2 കണ്ടന്റ്, കമ്പാരിസൺ, ടൈറ്റിൽ ഓൺലി. ഓക്കെ, അടുത്തത് ന്യൂ സ്ലൈഡ് ഐക്കൺ ഓട്ടോമാറ്റിക്കലി ആഡ്സ് എ ന്യൂ ബ്ലാങ്ക് സ്ലൈഡ് for you to work on. You can keep track the slides you have already worked on in slide outline panel on the left hand side of the screen. അതായത് അവിടെ ഓട്ടോമാറ്റിക്കലി ഒരു ന്യൂ സ്ലൈഡ് ആഡ് ആവും, ബ്ലാങ്ക് സ്ലൈഡ് ആയിരിക്കും വരുന്നത്. The layout icon is a shortcut that allows you to choose how you want your information or image be arranged in the slides. Click arrow next to the word layout or see options. അതായത് നമുക്ക് ഈ ലേഔട്ട് എന്നുള്ള ഒരു ഭാഗത്ത് അതിൻ്റെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് അവിടെ വേണ്ട ലേഔട്ട്സ് സെലക്ട് ചെയ്യാൻ പറ്റും. അത് അവിടെ നോക്കുക. ടൈറ്റിൽ സ്ലൈഡ്, ടൈറ്റിൽ ആൻഡ് കണ്ടന്റ്, സെക്ഷൻ ഹെഡർ, 2 കണ്ടന്റ്, കമ്പാരിസൺ, ടൈറ്റിൽ ഓൺലി, ബ്ലാങ്ക്, കണ്ടന്റ് വിത്ത് ക്യാപ്ഷൻ, പിക്ചർ വിത്ത് ക്യാപ്ഷൻ. ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് ലേഔട്ടിൽ വരുന്നത്. ഇനി ടെക്സ്റ്റ് ബോക്സസ് എന്താണെന്ന് നോക്കാം. Text boxes are designated areas that allow you to type words, sentences and bullet points into the slide. Okay, അപ്പോൾ ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ബോക്സ് ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യാനുള്ളൊരു ഭാഗമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് വേർഡ്സ് ടൈപ്പ് ചെയ്യാം, സെൻറ്റൻസ് ടൈപ്പ് ചെയ്യാം, ബുള്ളറ്റ് പോയിൻറ്റ്സ് ടൈപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഇതിൻ്റെ സൈസും പ്ലേസ്മെൻറ്റും ഒക്കെ ആ ഒരു ഗിവൺ സ്ലൈഡ് അറേഞ്ച് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ മൈക്രോസോഫ്റ്റ് പവർപോയിൻറ്റ് 2007 ഡീഫോൾട്ട് ഫോണ്ട് ടൈറ്റിൽ പ്ലേസ് ഹോൾഡറിൽ കാലിബ്രിയും സൈസ് 44 ആണ്. പിന്നെ ഡീഫോൾട്ട് ഫോണ്ട് ഫോർ സബ് ടൈറ്റിൽ പ്ലേസ് ഹോൾഡർ കാലിബ്രി 32 സൈസാണ് വരുന്നത്. ഓക്കെ, അത് പ്ലേസ് ഹോൾഡർ നോക്കാം. പ്ലേസ് ഹോൾഡർ ടെക്സ്റ്റ് ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള പിക്ചർ. അപ്പോൾ ഇതിൽ ഡീഫോൾട്ടായിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും നോക്കി വെക്കുക. അതായത് ടൈറ്റിൽ പ്ലേസ് ഹോൾഡറിന് കാലിബ്രി ആണ് ഇത് വരുന്ന ഫോണ്ട് വരുന്ന സൈസ് 44. പിന്നെ ഡീഫോൾട്ട് ഫോണ്ട് സബ് ടൈറ്റിൽ പ്ലേസ് ഹോൾഡേഴ്സ് ആണെങ്കിൽ കാലിബ്രിയും സൈസ് 32 വരുന്നത്. ഇനി ഡീഫോൾട്ട് സ്ലൈഡ് ഓറിയൻറ്റേഷൻ ലാൻഡ്സ്കേപ്പ് ആണ്. ഡീഫോൾട്ട് സ്ലൈഡ് വിഡ്ത്ത്
10 ഇഞ്ചസും ഡിഫോൾട്ട് സ്ലൈഡ് ഹൈറ്റ് 7.5 ഇഞ്ചുമാണ്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഡിഫോൾട്ട് സ്ലൈഡ് ഓറിയൻറ്റേഷൻ ലാൻഡ്സ്കേപ്പും ഡിഫോൾട്ട് സ്ലൈഡ് വിഡ്ത്ത് 10 ഇഞ്ചും ഡിഫോൾട്ട് സ്ലൈഡ് ഹൈറ്റ് 7.5 ആണ്. ഷോർട്ട് കട്ട് കീ ഫോർ ക്രിയേറ്റിംഗ് ന്യൂ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ Ctrl+N ആണ്. ഷോർട്ട് കട്ട് കീ ഫോർ ഇൻസേർട്ടിംഗ് എ ന്യൂ സ്ലൈഡ് Ctrl+M. ഷോർട്ട് കട്ട് കീ ടു ക്രിയേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് Ctrl+D. extension of Microsoft PowerPoint files .pptx, file extension of Impress file .odp. ODP എന്നതിൻ്റെ ഫുൾ ഫോമാണ് ഓപ്പൺ ഡോക്യുമെൻറ്റ് പ്രസൻറ്റേഷൻ. ഓക്കെ, നമുക്ക് ഈ സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് ആണ് പറയുന്നത്. 3 വേസ് ആണ് നമുക്ക് ഒരു പവർ പോയിന്റിൽ സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. ഹോം ടാബിൽ സ്ലൈഡ്സ് ഗ്രൂപ്പിൽ ക്ലിക്ക് ന്യൂ സ്ലൈഡ്. പിന്നെ രണ്ടാമത്തേത് എന്ന് പറയുന്നത് റൈറ്റ് ക്ലിക്ക് ദ സ്ലൈഡ് ഫ്രം ദ സ്ലൈഡ്സ് ടാബ് ആൻഡ് സെലക്ട് ന്യൂ സ്ലൈഡ് ഓൺ ദ പോപ്പപ്പ് മെനു. അതായത് ആ സ്ലൈഡ്സ് ടാബിൽ ഏത് സ്ലൈഡാണോ വേണ്ടത് അവിടെ ജസ്റ്റ് വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ന്യൂ സ്ലൈഡ് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ക്ലിക്ക് ഓൺ ദ സ്ലൈഡ് ഫ്രം ദ സ്ലൈഡ്സ് ടാബ് ആൻഡ് ഹിറ്റ് ദ എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇനി Ctrl+M എന്ന് പറയുമ്പോഴും അവിടെ പുതിയ സ്ലൈഡ് കിട്ടും. ഇനി ഡിലീറ്റ് സ്ലൈഡ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോം ടാബിൽ സ്ലൈഡ്സ് ഗ്രൂപ്പിൽ ക്ലിക്ക് ഡിലീറ്റ്. സെലക്റ്റഡ് സ്ലൈഡ്സ് വിൽ ബി ഡിലീറ്റഡ്. അതായത് നമുക്ക് ഏത് സ്ലൈഡാണോ വേണ്ടത് ആ ഡിലീറ്റ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഹോം ടാബിലെ സ്ലൈഡ്സ് ഗ്രൂപ്പിൽ ഡിലീറ്റ് കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സ്ലൈഡ്സ് ടാബ് പെയിനിൽ ഏത് സ്ലൈഡാണോ വേണ്ടത് ആ സ്ലൈഡിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിലീറ്റ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡിലീറ്റ് കീ പ്രസ് ചെയ്യാം. പിന്നെ സെലക്ട് ആൻഡ് പ്രസ് ബാക്ക് സ്പേസ് കീ. ഏത് സ്ലൈഡാണോ വേണ്ടത് ആ സ്ലൈഡ് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക് സ്പേസ് കീ കൊടുത്താലും ഡിലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഡിലീറ്റ് മൾട്ടിപ്പിൾ സ്ലൈഡ്സ്. അപ്പം നമുക്ക് ഈ മൾട്ടിപ്പിൾ സ്ലൈഡ്സ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഒരു സ്ലൈഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഏതൊക്കെയാണോ വേണ്ടത് അത് മൊത്തം സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് സ്ലൈഡ് കൊടുക്കാം. ഓക്കെ, ഇനി സീക്വൻസ് ഓഫ് സ്ലൈഡ്സ്, അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ലൈഡ്സ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്തിട്ട് ആ സീക്വൻസ് ഓഫ് സ്ലൈഡ്സ് സെലക്ട് ചെയ്തതിനു ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് സ്ലൈഡ് കൊടുക്കാം. ഇനി ഈ ഒരു സ്ലൈഡ്സിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്ലൈൻ ആൻഡ് സ്ലൈഡ്സ് ടാബ് പെയിൻ ആ സ്ലൈഡ്സ് ടാബിൽ ക്ലിക്ക് ചെയ്യുക. അതായത് രണ്ടും ഒരുമിച്ചാണ് വരുന്നത്. സ്ലൈഡ്സ് ടാബും ഔട്ട്ലൈൻ ടാബും ഒരുമിച്ചാണ് വരുന്നത്. അതിൽ സ്ലൈഡ്സ് ടാബ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആ സ്ലൈഡിൻ്റെ തംബ്നെയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്തിട്ട് പുതിയ ലൊക്കേഷനിലേക്ക് വെക്കാൻ പറ്റും. ഇനി വ്യൂ ബട്ടൺസ് നോക്കാം. ഈച്ച് വ്യൂ ഈസ് അവൈലബിൾ by clicking view button located at the lower right hand corner of the PowerPoint application window. അതായത് ആപ്ലിക്കേഷൻ വിൻഡോൻ്റെ ലോവർ റൈറ്റ് ഹാൻഡ് കോർണറിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നോർമൽ വ്യൂ ഉണ്ട്, സ്ലൈഡ് സോർട്ടർ വ്യൂ ഉണ്ട്, സ്ലൈഡ് ഷോ വ്യൂ ഉണ്ട്, പ്രസൻറ്റേഷൻ. ഓക്കെ, ഇപ്പോൾ ഈ വ്യൂ ടാബ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു വിൻഡോൻ്റെ എന്ത് ചെയ്യണം, റൈറ്റ് ഹാൻഡ് കോർണറിൽ ലോവർ റൈറ്റ് ഹാൻഡ് കോർണറിൽ വരുന്ന വ്യൂസാണ് നോർമൽ വ്യൂ അല്ലെങ്കിൽ ഔട്ട്ലൈൻ വ്യൂ. പിന്നെ സ്ലൈഡ് സോർട്ടർ വ്യൂ തംബ്നെയിലായിട്ട് കാണിക്കുന്നത്, സ്ലൈഡ് ഷോ വ്യൂ അത് പ്രസൻറ്റേഷൻ. ഇനി വ്യൂ ടാബ് നോക്കാം. വ്യൂ ടാബ് the views in PowerPoint you can use to edit, print, deliver your presentation are as follows. അതായത് വ്യൂ ടാബിൽ അവൈലബിൾ ആയിട്ടുള്ള വ്യൂസ് ആണ് നോർമൽ വ്യൂ, സ്ലൈഡ് സോർട്ടർ വ്യൂ അല്ലെങ്കിൽ തംബ്നെയിൽ, നോട്ട്സ് പേജ് വ്യൂ, സ്ലൈഡ് ഷോ വ്യൂ, മാസ്റ്റർ വ്യൂ, പിന്നെ സ്ലൈഡ്, ഹാൻഡ് ഔട്ട്, മിനിയേച്ചർ, സ്റ്റാമ്പ് നോട്ട്സ്. ഓക്കെ, അപ്പം നമ്മൾ വ്യൂ ടാബ് പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞതാണ് നോർമൽ, സ്ലൈഡ് സോർട്ടർ, നോട്ട്സ് പേജ് വ്യൂ, സ്ലൈഡ് ഷോ, സ്ലൈഡ് മാസ്റ്റർ, ഹാൻഡ് ഔട്ട് മാസ്റ്റർ, നോട്ട്സ് മാസ്റ്റർ. ഓക്കെ, ഇനി നോർമൽ വ്യൂ നോക്കാം. നോർമൽ വ്യൂ എന്ന് പറയുന്നത് ഡീഫോൾട്ട് വ്യൂ ആണ്. അത് 3 പെയിൻസ് ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, ലെഫ്റ്റ് ഫ്രെയിം, slide tab or outline pane. Left pane displays either thumbnail images of the slide or a slideshow outline depending on the tab selected. Outline or slide default. Okay, normal view. Ni slide frame. Slide frame എന്ന് പറയുന്നത് സ്ലൈഡ് പെയിനിലാണ്.
Right pane displays active cell. Notes pane. The bottom pane provides place to enter notes about the slide. Okay. അപ്പോൾ ഇതവിടെ തംബ്നെയിൽസ് ലെഫ്റ്റ് പെയിന്, പിന്നെ റൈറ്റ് പെയിൻ എന്ന് പറയുന്നത് സ്ലൈഡ്, നോട്ട്സ് ബോട്ടം പെയിനാണ്. ഓക്കെ, അതിവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അതായത് ഇവിടെ നോക്കുക, ലെഫ്റ്റ് ഫ്രെയിം എന്ന് പറയുന്നത് സ്ലൈഡ് ടാബ് അല്ലെങ്കിൽ ഔട്ട്ലൈൻ ടാബാണ്. അതിൽ നമുക്ക് തംബ്നെയിലായിട്ട് ഇമേജസ് കാണാൻ പറ്റും. അടുത്ത വ്യൂ എന്ന് പറയുന്നത് സ്ലൈഡ് ഫ്രെയിം ആണ്. അതായത് റൈറ്റ് പ്ലെയിൻ ഡിസ്പ്ലേസ് ആക്റ്റീവ് സ്ലൈഡ്, ആക്റ്റീവ് ആയിട്ടുള്ള സ്ലൈഡ് ഡിസ്പ്ലേ ചെയ്യുന്നത്. തംബ്നെയിലായിട്ട് വരുന്നത് ലെഫ്റ്റ് പെയിൻ ആണ്. സ്ലൈഡ് എന്ന് പറയുന്നത് റൈറ്റ് പെയിൻ ആണ്. ആക്റ്റീവ് ആയിട്ടുള്ള സ്ലൈഡ് വരാൻ വേണ്ടിയിട്ട്, അത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നോട്ട്സ് പെയിൻ ആണെങ്കിൽ ബോട്ടം പെയിൻ പ്രൊവൈഡ്സ് പ്ലേസ് ടു എൻ്റർ നോട്ട്സ് അബൌട്ട് ദ സ്ലൈഡ്. അതായത് ആ സ്ലൈഡിനെ കുറിച്ച് എന്തെങ്കിലും നോട്ട് എഴുതണമെങ്കിൽ വരുന്ന ഒരു പ്ലേസ് ആണ് നോട്ട്സ് പെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി വ്യൂ ഇൻ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് നോർമൽ വ്യൂ ആണ്. നോർമൽ വ്യൂ എന്ന് പറയുമ്പോൾ അത് നോട്ട്സ് പേജും പിന്നെ ഔട്ട്ലൈൻ വ്യൂവും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ് നോർമൽ വ്യൂ. അതായത് മെയിൻ എഡിറ്റിംഗ് വ്യൂ ആണ്, നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യൂ ആണ്. വേർ യു റൈറ്റ് ആൻഡ് ഡിസൈൻ യുവർ പ്രസൻറ്റേഷൻ ഈസ് നോർമൽ വ്യൂ. അതായത് നമ്മൾ സാധാരണ എഡിറ്റ് ചെയ്യുന്നതും ഡിസൈൻ ചെയ്യുന്നതൊക്കെ നോർമൽ വ്യൂവിലാണ്. ഇനി സ്ലൈഡ് സോർട്ടർ വ്യൂ നോക്കാം. സ്ലൈഡ് സോർട്ടർ വ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ സ്ലൈഡ്സിനെയും തംബ്നെയിൽസ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഈ ഒരു വ്യൂ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു സ്ലൈഡിന് ഡ്രാഗ് ചെയ്ത് മറ്റു സ്ഥലത്തേക്ക് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ടൈമിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓട്ടോമാറ്റിക് ടൈമിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ട്രാൻസിഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് അങ്ങനെയുള്ള ട്രാൻസിഷൻസ് കൊടുക്കാനും ഒക്കെ ഈ സ്ലൈഡ് സോർട്ടർ വ്യൂ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒന്നുകൂടി പറയാം, സ്ലൈഡ് സോർട്ടർ വ്യൂ എന്ന് പറയുമ്പോൾ അത് എല്ലാ സ്ലൈഡിനെയും തംബ്നെയിലായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു വ്യൂ ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലൈഡ്സിനെ റീഅറേഞ്ച് ചെയ്യാൻ, അതായത് നമുക്ക് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ടൈമിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ട്രാൻസിഷൻ എഫക്ട്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലൈഡ് സോർട്ടർ വ്യൂ ബെസ്റ്റാണ്. ഓക്കെ, ഇതാണ് സ്ലൈഡ് സോർട്ടർ വ്യൂ എന്ന് പറയുന്നത്. ഈ സ്ലൈഡ് ഷോ വ്യൂ എന്താണെന്നുള്ളത് നോക്കാം. സ്ലൈഡ് ഷോ വ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രസൻറ്റ് ചെയ്യുന്ന ആ ഒരു വ്യൂ ആണ് സ്ലൈഡ് ഷോ വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, the slideshow view shows how the presentation will look when projected onto a screen. അതായത് ഒരു സ്ക്രീനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു സ്ലൈഡ് ഷോ പ്രസൻറ്റേഷൻ എങ്ങനെയാണോ വരുന്നത് അതുപോലെ കാണിക്കും. ഇതിൽ നമുക്ക് ഈ ഒരു വ്യൂവിൽ സ്ലൈഡ്സ് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ സ്ലൈഡ് ഷോ ഷോസ് ദ സ്ലൈഡ്സ് ആസ് ഇഫ് യു വർ ആക്ച്വലി പ്രസൻറ്റിങ്. യു ആർ നോട്ട് ഏബിൾ ടു എഡിറ്റ് സ്ലൈഡ്സ് ഇൻ ദിസ് വ്യൂ. ഇനി ഷോർട്ട് കട്ട് എന്ന് പറയുമ്പോൾ ഇതിൽ വരുന്ന ഷോർട്ട് കട്ട്സ് ആണ്. F5 എന്ന് പറയുന്നത് ബിഗിനിങ് തൊട്ട് സ്ലൈഡ് ഷോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. Shift 5 ആണെങ്കിൽ കറൻറ്റ് സ്ലൈഡ് തൊട്ട് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ പ്രസൻറ്റേഷൻ സ്ലൈഡ് ഷോ വ്യൂവിൽ നാവിഗേഷൻ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂസ് ദ സ്പേസ് ബാർ ഓർ എ മൗസ് ക്ലിക്ക് ടു അഡ്വാൻസ്. അതായത് സ്പേസ് ബാർ അല്ലെങ്കിൽ ഒരു മൗസ് ക്ലിക്ക് കൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും, മുന്നിലേക്കുള്ള സ്ലൈഡിലേക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ അപ്പ് ആൻഡ് ഡൗൺ ആരോ കീസ് കീബോർഡിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർവേഡായിട്ടും ബാക്ക്വേർഡായിട്ടും മൂവ് ചെയ്യാൻ പറ്റും. പിന്നെ പേജ് അപ്പ് പേജ് ഡൗൺ ഫോർവേഡ് ആൻഡ് ബാക്ക് പോകാൻ പറ്റും. എസ്കേപ്പ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്ലൈഡ് ഷോ വ്യൂ എക്സിറ്റ് ആയി പോകും. അല്ലെങ്കിൽ പ്രസ് എൻ നെക്സ്റ്റ് പി ഫോർ പ്രീവിയസ്. അതായത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാൻ എൻ പ്രസ് ചെയ്യാം, പ്രീവിയസ് സ്ലൈഡിലേക്ക് പോകാൻ പി പ്രസ് ചെയ്യാം. എസ്കേപ്പ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലൈഡ് ഷോ എൻഡ് ആവും. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏത് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലൈഡ് ഷോ വ്യൂ അല്ലെങ്കിൽ സ്ലൈഡ് ഷോ എൻഡ് എന്ന് ചോദിക്കാറുണ്ട്. അത് എസ്കേപ്പ് വ്യൂ ആണ്. ഇനി അടുത്തായിട്ട് നോട്ട്സ് പേജ് വ്യൂ ആണ്. നോട്ട്സ് പേജ് വ്യൂ അതായത് ഓരോ സ്ലൈഡിന് നമുക്ക് എന്തെങ്കിലും പ്രത്യേക നോട്ട്സ് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കൊടുക്കണമെങ്കിൽ നോട്ട്സ് പേജ് വ്യൂ ആണ് ഉപയോഗിക്കുന്നത്. അതായത് നമുക്കത് റെഫറൻസ് ആയിട്ട് സെയിം ടൈം ഉപയോഗിക്കാൻ പറ്റും. അതായത് നോട്ട്സ് പേജ്
displays. The top half of the page is the active slide. The bottom half where you enter your notes as needed. അതായത് ഞാനിപ്പോൾ നേരത്തെ ഒരു ഫോട്ടോ കാണിച്ചിരുന്നു. അതിൽ നോട്ട്സ് പേജ് എന്ന് പറയുമ്പോൾ ആക്ച്വൽ സ്ലൈഡിന് താഴെയായിട്ട് വരുന്ന ഒരു ചെറിയൊരു പാർട്ടാണ്. ഓക്കെ, അവിടെ നമുക്ക് നോട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റും. നോട്ട്സ് ഓഫൺ കോൾഡ് സ്പീക്കർ നോട്ട്സ് ഹെൽപ്പ് ടു പ്രിപ്പയർ ഫോർ അവർ പ്രസൻറ്റേഷൻ. അതായത് ഈ നോട്ട്സ് പേജിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന നോട്ടിനെ നമ്മൾ സാധാരണ പറയുന്നത് സ്പീക്കർ നോട്ട്സ് എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ആ ഒരു പ്രസൻറ്റേഷനിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. You can enter and view speaker notes using notes page view. അതായത് സ്പീക്കർ നോട്ട്സ് എന്ന് പറയുന്നത് ഈ നോട്ട്സ് പേജിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന നോട്ട്സിനെയാണ്. അപ്പോൾ അതിൽ നമുക്ക് എൻ്റർ ചെയ്യാനും അതുപോലെ തന്നെ സ്പീക്കർ നോട്ട്സ് കാണാനും പറ്റുന്ന ഒരു വ്യൂ ആണ് നോട്ട്സ് പേജ് വ്യൂ എന്ന് പറയുന്നത്. ഇതാണ് എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത്. നോട്ട്സ് പേജ് വ്യൂ എന്ന് പറയുമ്പോൾ ഇതാണ്. നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതായത് സാധാ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള സ്ലൈഡ് ഉണ്ടാവും, അതിൻ്റെ താഴെയായിട്ട് നമുക്ക് നോട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇനി മാസ്റ്റർ വ്യൂസ് എന്ന് നോക്കാം. യൂസ്ഡ് ടു സെറ്റ് the standard look and feel of the entire presentation by adding your own logo, special clip art, the date and or പേജ് നമ്പർ. അതായത് മാസ്റ്റർ വ്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആ ഒരു പ്രസൻറ്റേഷനിൽ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ലോഗോ, സ്പെഷ്യൽ ക്ലിപ്പ് ആർട്ട്, ഡേറ്റ് ഓർ പേജ് നമ്പേഴ്സ് ഇതൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാസ്റ്റർ വ്യൂസ് ഉപയോഗിക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ മാസ്റ്റർ സ്ലൈഡിൽ എന്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാലും അത് എല്ലാ സ്ലൈഡിലേക്കും വരും. അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ആ ഒരു സ്ലൈഡിൽ മൊത്തത്തിൽ ചേഞ്ച് വരുത്തണമെങ്കിൽ മാസ്റ്റർ സ്ലൈഡിലേക്ക് ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ മൊത്തം സ്ലൈഡിലേക്ക് അത് വരും. ഓക്കെ, ഇൻ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് the dash is the top slide that controls all the information about the theme, layout, background, colors, font and position of slides. അതാണ് മാസ്റ്റർ സ്ലൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ലൈഡ് മാസ്റ്റർ. യു ക്യാൻ യൂസ് ഡാഷ് വ്യൂ ടു മോഡിഫൈ എനി സ്ലൈഡ് ലേഔട്ട് ഇൻ അവർ പ്രസൻറ്റേഷൻ. സ്ലൈഡ് മാസ്റ്റർ ആണ്. ഓക്കെ, സ്ലൈഡ് മാസ്റ്റർ ആണ്. ഓക്കെ, അതായത് സ്ലൈഡ് മാസ്റ്ററാണ് ഏറ്റവും ടോപ്പ് സ്ലൈഡ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ആ ഒരു തീം, ലേഔട്ട്, ബാക്ക്ഗ്രൗണ്ട്, കളേഴ്സ്, ഫോൺസ്, പൊസിഷനിങ് എന്നിവയൊക്കെ തീരുമാനിക്കുന്നത് സ്ലൈഡ് മാസ്റ്ററാണ്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ലേഔട്ട്, പ്രസൻറ്റേഷനിൽ ലേഔട്ട് മാറ്റണമെങ്കിൽ സ്ലൈഡ് മാസ്റ്ററിൽ മാറ്റം വരുത്തിയാൽ മതി. ഓക്കെ, ഇതാണ് സ്ലൈഡ് മാസ്റ്റർ. ഓപ്പൺ സ്ലൈഡ് മാസ്റ്റർ വ്യൂ ടു ചേഞ്ച് ദ ഡിസൈൻ ആൻഡ് ലേഔട്ട് ഓഫ് ദ മാസ്റ്റർ സ്ലൈഡ്സ്. ഇനി ഹാൻഡ് ഔട്ട് മാസ്റ്റർ എന്താണെന്ന് നോക്കാം. ഹാൻഡ് ഔട്ട് മാസ്റ്റർ ഡിസ്പ്ലേസ് മിനിയേച്ചർ സ്ലൈഡ്സ് ഓഫ് എ പ്രസൻറ്റേഷൻ ഓൺ എ ലെറ്റർ സൈസ്ഡ് പേപ്പർ. ലെറ്റർ സൈസ്ഡ് പേപ്പറിൽ മിനിയേച്ചർ സ്ലൈഡ് പ്രസൻറ്റ് ചെയ്യുന്നതിനാണ് ഹാൻഡ് ഔട്ട് മാസ്റ്റർ എന്ന് പറയുന്നത്. ഹാൻഡ് ഔട്ട്സ് ആർ എസ്പെഷ്യലി യൂസ്ഫുൾ ഇഫ് ദ പ്രസൻറ്റേഷൻ ഈസ് ഹൈലി ടെക്നിക്കൽ ഓർ കോംപ്ലക്സ്. അതായത് ഈ ഹാൻഡ് ഔട്ട് എസ്പെഷ്യലി യൂസ്ഫുൾ ആവുന്നത് ആ ഒരു പ്രസൻറ്റേഷൻ ഹൈലി ടെക്നിക്കൽ അല്ലെങ്കിൽ കോംപ്ലക്സ് ആകുമ്പോഴാണ്. അത് ആ ഒരു ലിസണേഴ്സിന്, ഓഡിയൻസിന് എനേബിൾ, അതായത് സ്പെഷ്യൽ അറ്റൻഷൻ, അതായത് ആ ഒരു നോട്ട് പ്രത്യേകം എടുക്കാതെ ആ ഒരു സ്പീച്ച് അല്ലെങ്കിൽ ആ ഒരു പ്രസൻറ്റേഷൻ കറക്റ്റായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഇത്. അതായത് വി ക്യാൻ പ്രിൻറ്റ് ഹാൻഡ് ഔട്ട്സ് ഫോർ അവർ പ്രസൻറ്റേഷൻ വിത്ത് 1, 2 or 3 4 സ്ലൈഡ്സ് ഓൺ എ പേജ്. അതായത് ഒരു പേജ് തന്നെ 2, 3, 4 സ്ലൈഡുകൾ ഒരുമിച്ച് പ്രിൻ്റ് എടുക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകം വ്യൂ ആണ് ഹാൻഡ് ഔട്ട് മാസ്റ്റർ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഇതിൽ ഹെഡേഴ്സും ഫൂട്ടേഴ്സും കാണാൻ പറ്റും. അതായത് ഹെഡേഴ്സും ഫൂട്ടേഴ്സും കാണാൻ പറ്റുന്ന വ്യൂ ആണ് ഹാൻഡ് ഔട്ട് മാസ്റ്റർ. സ്ലൈഡ് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെത് പോർട്രേറ്റ് ആയിരിക്കും. ഹാൻഡ് ഔട്ട് മാസ്റ്ററിൻ്റെ പോർട്രേറ്റ് ആയിരിക്കും. നോട്ട്സ് മാസ്റ്റർ എന്ന് പറയുന്നത് നോട്ട് മാസ്റ്റർ ലെറ്റ്സ് യു ആൾട്ടർ ദ അപ്പിയറൻസ് ഓഫ് ദ നോട്ട്സ് പെയിൻ പ്രസൻറ്റേഷൻ വ്യൂ. ഓക്കെ, അപ്പോൾ ഇതിൽ നോട്ട്സ് മാസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ആ നോട്ട്സ് പെയിൻ്റെ അപ്പിയറൻസ് ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ ഓറിയൻറ്റേഷൻ പോർട്രേറ്റ് ആണ്. ഇനി സ്മാർട്ട് ആർട്ട് എന്ന് പറയുമ്പോൾ സ്മാർട്ട് ആർട്ട് graphic is a visual representation of your information that you can quickly and easily create, choosing from among many different layouts to effectively communicate your message or ideas. Okay, അതായത് സ്മാർട്ട് ആർട്ട് എന്ന് പറയുമ്പോൾ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ആണ്. അതായത് ഈ ചാർട്ട്, അതുപോലെ തന്നെ ഇൻഫോഗ്രാഫിക്സ്, സിമിലാരിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് സ്മാർട്ട് ആർട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഫിഗേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ചാർട്ട് വരുന്നത്. അപ്പോൾ ഈ സ്മാർട്ട് ആർട്ട് എന്ന് പറയുമ്പോൾ
ലോജിക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. അതായത് റിലേഷൻഷിപ്പ്, ഹയറാർക്കി, ഫ്ലോ ത്രൂ എ കോമ്പിനേഷൻ ഓഫ് സിമ്പിൾ ഷേപ്സ് ആൻഡ് ടെക്സ്റ്റ്, ഇതിനെയാണ് സ്മാർട്ട് ആർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇൻസേർട്ട് എന്നുള്ള ആ ഒരു ടാബിൽ നിന്നാണ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സെലക്ട് ദ ഇൻസേർട്ട് ടാബ് ഓൺ ദ റിബൺ, ദെൻ ക്ലിക്ക് സ്മാർട്ട് ആർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് ഏതാണോ അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഗ്രാഫിക് വേരിയൻസ് ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അതായത് ഒരു ഫ്ലോ ചാർട്ട് പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ സ്മാർട്ട് ആർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് സ്മാർട്ട് ആർട്ട് എന്ന് പറയുന്നത്. This places the selected smart art graphics on the slide. Replace the dummy text with the text that you want to use. അതായത് ഇവിടെ ഡമ്മി ആയിട്ട് കുറച്ച് ടെക്സ്റ്റുകൾ കൊടുത്തിട്ടുണ്ടാവും, അത് മാറ്റിയിട്ട് നമുക്ക് ഏതാണോ വേണ്ടത് ആ ഒരു ടെക്സ്റ്റ് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇതെവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ടെക്സ്റ്റ് എന്ന് വെറുതെ കൊടുത്തിട്ടുണ്ട്. അത് ആ ടെക്സ്റ്റ് എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് എന്താണ് വേണ്ടത് അത് കൊടുക്കാൻ പറ്റും. When a smart art graphics is selected on the slide, 2 new contextual tabs are activated on the ribbon. അതായത് ഈ സ്മാർട്ട് ആർട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് 2 ഇത് എക്സ്ട്രാ ടാബ്സ് അവിടെ വരുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടിവേറ്റ് ആവുന്നുണ്ട്. അതെന്ന് പറയുന്നത് അവിടെ കാണാൻ പറ്റും. ഡിസൈൻ ടാബും ഫോർമാറ്റ് ടാബുമാണ്. ഡിസൈൻ ടാബും ഫോർമാറ്റ് ടാബുമാണ്. ഇനി ഓവർവ്യൂ ഓഫ് ക്രിയേറ്റിംഗ് സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സ്. When you create a smart art graphic, you are prompted to choose a type of smart art graphic such as process, hierarchy, cycle or relationship. A type similar to a category of smart art graphic, and each type contains several different layouts. അതായത് നമുക്ക് ഈ സ്മാർട്ട് ആർട്ടിൽ നമ്മൾ ചാർട്ട് സെലക്ട് ചെയ്യുന്ന പോലെ തന്നെ ഡിഫറെൻറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്സ്, ഹയറാർക്കി, സൈക്കിള്, റിലേഷൻഷിപ്പ്, ഇങ്ങനെയുള്ള പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ സെക്ഷനിലും ഡിഫറെൻറ്റ് ലേഔട്ട്സ് വരുന്നുണ്ട്. ഓക്കെ, ഇനി പർപ്പസ് ഓഫ് ഗ്രാഫിക്സ്, അതായത് ഈ സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സിൻ്റെയാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അതൊന്ന് നോക്കി വെക്കാം. ഇതവിടെ നോൺ സീക്വൻഷ്യൽ ഇൻഫർമേഷൻ ലിസ്റ്റ്, സ്റ്റെപ്സ് ഓർ ടൈം ലൈൻ, പ്രോസസ്സ്, കണ്ടിന്യൂസ് പ്രോസസ്സ്, സൈക്കിൾ, ഡിസിഷൻ ട്രീ, ഹയറാർക്കി, ഓർഗനൈസേഷൻ ചാർട്ട്, ഹയറാർക്കി, ഇല്ലുസ്ട്രേഷൻ, കണക്ഷൻസ്, റിലേഷൻഷിപ്പ്, ഷോ ഹൗ പാർട്സ് റിലേറ്റ് ടു ദ ഹോൾ, മെട്രിക്സ്, പിന്നെ പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്സ്, പിരമിഡ്. ഓക്കെ, പർപ്പസ് ഓഫ് ഗ്രാഫിക്സ്, ടൈപ്പ്, അതിൻ്റെ ടൈപ്പിൻ്റെ പേരാണ്. നോൺ സീക്വൻഷ്യൽ ഇൻഫർമേഷൻ ലിസ്റ്റാണ്. സ്റ്റെപ്സ് ഓർ ടൈം ലൈന്, പ്രോസസ്സ്, കണ്ടിന്യൂസ് പ്രോസസ്സ്, സൈക്കിള്, ഡിസിഷൻ ട്രീ, ഹയറാർക്കി, ഓർഗനൈസേഷൻ ചാർട്ട്, ഹയറാർക്കി, ഇല്ലുസ്ട്രേറ്റ്, കണക്ഷൻസ്, റിലേഷൻഷിപ്പ്, ഷോ ഹൗ പാർട്സ് റിലേറ്റ് ടു ദ ഹോള്, മാട്രിക്സ്, പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്സ്, പിരമിഡ്. ഇനി സൗണ്ട്, വീഡിയോ ഇതൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മൾട്ടിമീഡിയ ക്ലിപ്സ്, ഇൻസേർട്ട് ടാബിൽ മൾട്ടിമീഡിയ ക്ലിപ്സ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സൗണ്ട്, വീഡിയോ ഇത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസേർട്ട് ടാബിലാണ് വരുന്നത്. അതിൽ മീഡിയ ക്ലിപ്സ് ഗ്രൂപ്പിലാണ് വരുന്നത്. സൗണ്ട് ആൻഡ് മൂവി ഓപ്ഷൻ അവൈലബിൾ ആണ്. മാക്സിമം ഫയൽ സൈസ് സൗണ്ട് ഫയൽ പവർ പോയിന്റിൽ വരുന്നത് 50,000 KB, അതായത് 50 MB ആണ്. ഓക്കെ, പവർ പോയിന്റ് അലോസ് യു ടു ആഡ് സൗണ്ട് ടു യുവർ പ്രസൻറ്റേഷൻ ഇൻ സെവറൽ വേസ്, അതായത് സെവറൽ വേസിൽ നമുക്ക് പ്രസൻറ്റേഷനിൽ സൗണ്ട് ആഡ് ചെയ്യാൻ പറ്റും. സൗണ്ട് ഫയൽ ഉപയോഗിച്ചിട്ട് ചെയ്യാം, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൽ സൗണ്ട് ഫയൽ ഉപയോഗിച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ചൂസിങ് ഫ്രം ഹൺഡ്രഡ്സ് ഓഫ് സൗണ്ട്സ് അവൈലബിൾ ത്രൂ ക്ലിപ്പാർട്ട് ഓർഗനൈസേഷൻ വെച്ചിട്ട് നമുക്ക് സൗണ്ട് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ ഓഡിയോ CD ട്രാക്ക് ചെയ്തിട്ട് എടുക്കാം. അതായത് പിന്നെ to insert a sound file from your computer, select the slide where you want to add sound, select insert tab, click the drop down arrow, the sound command in the media clips group. Okay,
select sound from the file menu, insert sound dialog box will appear. അതായത് sound from file കൊടുക്കുക, locate sound file on your computer, select the file, click OK. A sound icon and a dialog box will appear. ഓക്കെ, സെലക്ട് ഓട്ടോമാറ്റിക്കലി ഓർ വെൻ ക്ലിക്ക്ഡ്. അതായത് നമ്മൾ ഈ സൗണ്ട് ഫയൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ലൈഡിൽ ഏത് സ്ലൈഡാണോ ആഡ് ചെയ്തത് അവിടെ ഒരു സൗണ്ടിൻ്റെ ഒരു ഐക്കൺ വരും. അത് നമുക്ക് പിന്നെ ഒരു ഡയലോഗ് ബോക്സും വരും. അതായത് നമുക്ക് ഈ സൗണ്ട് എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത്, ഓട്ടോമാറ്റിക്കലി വേണോ അല്ലെങ്കിൽ നമ്മൾ ആ സൗണ്ടിൻ്റെ സിമ്പിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വേണോ എന്നുള്ളത് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി സൗണ്ട് ഓപ്ഷൻസ്. On the sound tools options tab, there are several options. You can control the determine how the sound is used in presentation. അതായത് ഇതിൽ പ്രിവ്യൂ ഉണ്ട്, ലിസൺ ടു ദ സൗണ്ട് ദാറ്റ് വിൽ പ്ലേ. അതായത് ആ പ്ലേ ചെയ്യാൻ പോകുന്ന സൗണ്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പ്രിവ്യൂ ചെയ്യാം. സ്ലൈഡ് ഷോ വോളിയം, അതായത് ഈ സ്ലൈഡ് ഷോ ചെയ്യുമ്പോൾ അതിൻ്റെ വോളിയം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ലോ ആയിട്ടോ മീഡിയം ആയിട്ടോ അല്ലെങ്കിൽ ഹൈ ആയിട്ടോ അല്ലെങ്കിൽ മ്യൂട്ടായിട്ടോ ചെയ്യാൻ പറ്റും. ഹൈഡ് ഡ്യൂറിങ് ഷോ, ഹൈഡ് ഓർ ഡിസ്പ്ലേ ദ സൗണ്ട് ഐക്കൺ ഡ്യൂറിങ് ദ സ്ലൈഡ് ഷോ. സ്ലൈഡ് ഷോ ചെയ്യുമ്പോൾ ആ ഒരു സൗണ്ട് ഐക്കൺ ഉണ്ടാവുമല്ലോ, അത് ഡിസ്പ്ലേ ചെയ്യണോ ഹൈഡ് ചെയ്യണോ എന്നുള്ളത് നോക്കാം. ലൂപ്പ് അൺടിൽ സ്റ്റോപ്പ്, അതായത് സ്റ്റോപ്പ് ചെയ്യുന്നവരെ ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, ആ സൗണ്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അതിനാണ് പറയുന്നത്. ഇതെവിടെ നോക്കാം. പ്രിവ്യൂ, സ്ലൈഡ് ഷോ വോളിയം, ഹൈഡ് ഡ്യൂറിങ് ഷോ, ലൂപ്പ് അൺടിൽ സ്റ്റോപ്പ്, പ്ലേ സൗണ്ട്, മാക്സിമം സൗണ്ട്, ഫയൽ സൈസ് തുടങ്ങിയവ കൊടുത്തിട്ടുണ്ട്. യൂസിങ് വീഡിയോ ഇൻ എ പ്രസൻറ്റേഷനിൽ വീഡിയോ കൊടുക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഡിജിറ്റൽ വീഡിയോ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. 2 വേസിലാണ് ആഡ് ചെയ്യാൻ പറ്റുന്നത്. സ്ലൈഡ്സ് ലേഔട്ട്, നമുക്ക് ഒരു കണ്ടൻറ്റ് പ്ലേസ് ഹോൾഡർ ഉണ്ട്, അതിൽ നമുക്ക് മൂവി ബട്ടൺ പ്ലേസ് ഹോൾഡറിലുണ്ട്, അല്ലെങ്കിൽ മീഡിയ ക്ലിപ്സ് ഗ്രൂപ്പ് ഇൻസേർട്ട് ടാബിൽ മീഡിയ ക്ലിപ്സ് ഗ്രൂപ്പിൽ മൂവി ബട്ടൺ കൊടുക്കാൻ പറ്റും. ഓക്കെ, വീഡിയോ ഫയൽ ഫോർമാറ്റ് സപ്പോർട്ടഡ് ബൈ PowerPoint 2007 include അഡ്വാൻസ്ഡ് സ്ട്രീമിംഗ് ഫോർമാറ്റ് ASF. അപ്പോൾ ഇത് ശ്രദ്ധിച്ചു വെക്കുക. ഈ PowerPoint 2007 സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ഫോർമാറ്റ്സ് ASF, AVI ഓഡിയോ വീഡിയോ ഇൻ്റർലീവ്, മൂവിംഗ് പിക്ചേഴ്സ് എക്സ്പേർട്ട് ഗ്രൂപ്പ് MPG അല്ലെങ്കിൽ MPEG, വിൻഡോസ് മീഡിയ വീഡിയോ WMV. ഏതൊക്കെയാണ്? .ASF, .AVI, .MPG അല്ലെങ്കിൽ MPEG, പിന്നെ WMV. To incorporate a video into a slide, to select the insert tab on the ribbon, click on the movies drop down arrow, then in the movie media clips group, select the movie from file option, insert movie dialog box opens, navigate to the file location, select the file, then click OK button to incorporate the file and close the box. അപ്പോൾ ഇതിലും അതുപോലെ തന്നെ വരുന്നുണ്ട്. നമ്മൾ ഈ സൗണ്ട് ആഡ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എങ്ങനെയാണോ വേണ്ടത്, ഓട്ടോമാറ്റിക്കലി വേണോ അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വേണോ എന്നുള്ളത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി സ്ലൈഡ് നമ്പേഴ്സും നോട്ട്സ് പേജ് നമ്പേഴ്സും ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അടുത്തായിട്ട് പറയുന്നത്. വ്യൂ ടാബിൽ നമുക്ക് പ്രസൻറ്റേഷൻ വ്യൂസ് ഗ്രൂപ്പിൽ നോർമൽ ക്ലിക്ക് ചെയ്യാം. ഓൺ ദ ലെഫ്റ്റ് ഓഫ് യുവർ സ്ക്രീൻ ഇൻ ദ പെയിൻ that contains slide thumbnails, click the first slide thumbnail in your presentation. On the insert tab in the text group, click header and footer. In the header and footer dialog box, do one of the following. If you want add slide number, click the slide tab and then select the slide number checkbox. If you want to add page numbers to notes, click on notes, handouts and then select page number text box. അതായത് ഇവിടെ പറയുന്നത് നമുക്ക് ഈ സ്ലൈഡിന് നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യൂ ടാബിൽ പ്രസൻറ്റേഷൻ വ്യൂസ് ഗ്രൂപ്പിൽ നോർമൽ കൊടുക്കാം. നോർമൽ എന്ന് പറയുന്നത് നോർമലായിട്ടുള്ള നമ്മൾ അതായത് എഡിറ്റ് ചെയ്യുന്ന ആ വ്യൂവിലേക്ക് കൊണ്ടുവരിക, എന്നാൽ മാത്രമേ നമുക്ക് പേജ് നമ്പർ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ആ തംബ്നെയിലിൽ നമുക്ക് ഫസ്റ്റ് സ്ലൈഡിലേക്ക് കൊണ്ടുപോയതിന് ശേഷം ഇൻസേർട്ട് ടാബിൽ ടെക്സ്റ്റ് ഗ്രൂപ്പിൽ ഹെഡർ ആൻഡ് ഫൂട്ടർ ക്ലിക്ക് ചെയ്യാം. അതിൽ സ്ലൈഡ് നമ്പർ ആഡ് ചെയ്യണമെങ്കിൽ സ്ലൈഡ് ടാബിൽ പിന്നെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലൈഡ് നമ്പർ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യാം. അതവിടെ കൊടുത്തിട്ടുണ്ട്. സ്ലൈഡ് നമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, ചെക്ക് ചെയ്യുക. അതിനുശേഷം ഈ പേജ് നമ്പേഴ്സ് നോട്ട്സിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ നോട്ട്സ്, ക്ലിക്ക് ദ നോട്ട്സ് ആൻഡ് ഹാൻഡ് ഔട്ട് ടാബ്,
ആൻഡ് ദെൻ ക്ലിക്ക് ദ പേജ് നമ്പർ ചെക്ക് ബോക്സ്. അതായത് അവിടെ ഈ ഒരു ഓപ്ഷനിൽ കണ്ടില്ലേ, സ്ലൈഡിൽ നമുക്ക് കൊടുക്കാൻ പറ്റും, നോട്ട്സ് ആൻഡ് ഹാൻഡ് ഔട്ട്സ് കൊടുക്കാൻ പറ്റും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്ലൈഡിൽ പോയിട്ട് സ്ലൈഡ് നമ്പർ എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തായിട്ട് നോട്ട്സ് ആൻഡ് ഹാൻഡ് ഔട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഓപ്ഷൻ ഉണ്ട്, അത് ചെയ്ത് കൊടുക്കാം. ഇനി ലിങ്ക്സ് നോക്കാം. നമുക്ക് ലിങ്ക്സ് ആഡ് ചെയ്യാൻ പറ്റും. അതിൽ ഹൈപ്പർ ലിങ്ക് ഈസ് എ കണക്ഷൻ ഫ്രം വൺ സ്ലൈഡ് ടു വെബ് പേജ്, ഇമെയിൽ അഡ്രസ്സ്, സ്ലൈഡ് ഓർ ഫയൽ. അതായത് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് ലിങ്ക് ചെയ്യുന്നതിനാണ് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത്. നമുക്ക് ടെക്സ്റ്റ് ആവാം, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആവാം, പിക്ചർ ആവാം, ഷേപ്പ് ആവാം, എങ്ങനത്തെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ലിങ്ക് ഗ്രൂപ്പ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഇൻസേർട്ട് ടാബ്. ഇൻസേർട്ട് ടാബിലാണ് ലിങ്ക് ഗ്രൂപ്പ് വരുന്നത്. അതിൽ ഹൈപ്പർ ലിങ്ക് കൊടുക്കുക. ഹൈപ്പർ ലിങ്ക് ആക്ഷൻ ഉണ്ട്. അതായത് ഇവിടെ എക്സാമ്പിളായിട്ട് നമുക്ക് ഈ ഇതുപോലെ ഇപ്പോൾ ഇതിൽ കൊടുത്തതുപോലെ തന്നെ നീല കളറിൽ കൊടുത്തിട്ട് അതിന് അണ്ടർലൈൻ ഉണ്ടാവും. ലിങ്ക് എ ബ്ലൂ വൈൽ ക്രിയേറ്റിംഗ് ആൻഡ് റീഡ് ഓർ ആഫ്റ്റർ റീഡയറക്റ്റിംഗ് അണ്ടർലൈൻ. Hyperlink option creates a link to web page or a program or an email address or a picture. ഓക്കെ, അപ്പോൾ ഇതെവിടെ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതിവിടെ കൊടുത്തിട്ടുണ്ട്. എക്സിസ്റ്റിംഗ് ഫയൽ ഓർ എ വെബ് പേജ്, പ്ലേസ് ഇൻ ദിസ് ഡോക്യുമെൻറ്റ്, ക്രിയേറ്റ് ന്യൂ ഡോക്യുമെൻറ്റ്, ഇമെയിൽ അഡ്രസ്സ്, ഏത് വേണമെങ്കിലും നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Ctrl+K ആണ്. പവർ പോയിൻറ്റ് ഹൈപ്പർ ലിങ്ക് ബിക്കം ആക്റ്റീവ് ഇൻ സ്ലൈഡ് ഷോ വ്യൂ. സ്ലൈഡ് ഷോ വ്യൂവിൽ മാത്രമേ ഹൈപ്പർ ലിങ്ക് ആക്റ്റീവ് ആവുള്ളൂ. പിന്നെ ഈ ഒരു വ്യൂ സ്ലൈഡ് ഷോ വ്യൂവിൽ അതായത് പോയിൻ്റർ ഒരു ഹാൻഡിലേക്ക് മാറുന്നതാണ്. അതായത് ഹൈപ്പർ ലിങ്കിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഒരു ഹാൻഡ് സിമ്പിളിലേക്ക് മാറുന്നതാണ്. ഓക്കെ, ഇനി ആക്ഷൻ ബട്ടൺ എന്താ നോക്കാം. അതായത് ഇത് അനദർ ടൂൾ യു ക്യാൻ യൂസ് ടു കണക്ട് ഓൺ എ വെബ് പേജ്. വെബ് പേജിലേക്ക് കണക്ട് ചെയ്യാനും ഫയലിലേക്ക്, ഇമെയിൽ അഡ്രസ്സ്, സ്ലൈഡിലേക്കൊക്കെ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ഷൻ ബട്ടൺ അല്ലെങ്കിൽ ആക്ഷൻ ലിങ്ക് ഉപയോഗിക്കുന്നത്. ആക്ഷൻ ബട്ടൺസ് എന്ന് പറയുന്നത് ബിൽറ്റ് ഇൻ ബട്ടൺസ് ആണ്. ബട്ടൺ ഷേപ്പ് യു ക്യാൻ ആഡ് ടു പ്രസൻറ്റേഷൻ ആൻഡ് യൂസ് ആസ് ഹൈപ്പർ ലിങ്ക്. ഹൈപ്പർ ലിങ്ക് പോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതായത് വെൻ സമ്മൺ ക്ലിക്സ് ഓർ മൂവ്സ് ഓവർ ദ ബട്ടൺ ദ ആക്ഷൻ ക്യാൻ ഒക്കർ. ഓക്കെ, അതായത് നമ്മൾ ആ ഒരു ഇതിലേക്ക് പോകുമ്പോൾ എന്താണോ ആക്ഷൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് ആക്ഷൻ പെർഫോം ചെയ്യും. ഹൈപ്പർ ലിങ്ക്സ് ആൻഡ് ആക്ഷൻ ബട്ടൺസ് ആർ ക്ലോസ്ലി കണക്റ്റഡ് ആൻഡ് ക്യാൻ ഡു മെനി ഓഫ് ദ സെയിം തിങ്സ്. അതായത് രണ്ടും ഒരുപോലെ തന്നെയാണ്, സെയിം തിങ്സ് ചെയ്യാൻ പറ്റും. അതായത് ആക്ഷൻ ബട്ടൺസ് യൂസ് ചെയ്യുന്നത് സെൽഫ് റണ്ണിങ് പ്രസൻറ്റേഷൻസിലാണ്. അതായത് സച്ച് ആസ് ദോസ് അറ്റ് എ ട്രേഡ് ഷോ, ബൂത്ത് ഓർ കിയോസ്ക്. കിയോസ്കിൽ വരുന്നതാണ് ആക്ഷൻ ബട്ടൺ എന്ന് പറയുന്നത്. വെൻ ദ ആക്ഷൻ ബട്ടൺ ഈസ് സെലക്റ്റഡ് ദ ഫോർമാറ്റ് tab available because it is a shape. You can change the shape, style or color so it matches the color scheme or of the slide from the tab. Okay, ആക്ഷൻ ബട്ടൺ മൗസ് ക്ലിക്ക് അല്ലെങ്കിൽ മൗസ് ഓവർ അത് കൊടുക്കാൻ പറ്റും. ഇനി പേജ് സെറ്റപ്പും സ്ലൈഡ് ഓറിയൻറ്റേഷനും. ഈ പേജ് സെറ്റപ്പ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് സ്ലൈഡിൻ്റെ സൈസ്, ഓറിയൻറ്റേഷൻ, പിന്നെ പ്രിൻ്റ് റിലേറ്റഡ് ഓപ്ഷൻസ്, ആക്സസ് ഇറ്റ്, അതായത് ഡിസൈൻ ടാബ്, പേജ് സെറ്റപ്പ് ടാബ്, ഇതൊക്കെ ഉണ്ട്. ഇതിലൊക്കെ നമുക്ക് എന്താണോ സൈസ്, പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ്, ഹൈറ്റ്, വിഡ്ത്ത് ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഡിഫോൾട്ട് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് ലാൻഡ്സ്കേപ്പാണ്. പിന്നെ ഡിഫോൾട്ട് സ്ലൈഡ് വിഡ്ത്ത് 10 ഇഞ്ചസും ഡിഫോൾട്ട് സ്ലൈഡ് ഹൈറ്റ് 7.5 ഇഞ്ചസ് ആണ്. പിന്നെ ഡിഫോൾട്ട് പേജ് സെറ്റപ്പ് ഓറിയൻറ്റേഷൻ ഫോർ നോട്ട്സ് പേജ് ആൻഡ് ഔട്ട്ലൈൻ ആൻഡ് ഹാൻഡ് ഔട്ട്സ് പോർട്രേറ്റ് നമ്മളത് പറഞ്ഞു. പിന്നെ ഇൻ ദ പേജ് സെറ്റപ്പ് ഗ്രൂപ്പ് ഓൺ ദ ലെഫ്റ്റ് click page setup. The page setup dialog box opens. From the slide sized drop down list, choose the size of the paper you will use to print the poster. On the orientation section, choose the portrait for the slides you can see here. Okay, അത് കൊടുക്കാം. ഇനി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സൈസസ് എന്ന് പറയുന്നത് ഓൺ സ്ക്രീൻ ഷോ ഫോർ ആൻ ഇലക്ട്രോണിക് സ്ലൈഡ് ഷോ ഓൺ സ്ക്രീൻ ഓഫ് വേരിയസ് ആസ്പെക്റ്റ് 4:3, 16:9, 16:10. Letter paper for a presentation printed on 8.5 by 11 inches. US letter size paper ആണ്. Ledger paper for a presentation printed on 11 by 17 inch legal size paper. A3 paper, A4 paper, B4, ISO paper, B5, ISO paper for a presentation printed on paper of various international sizes
35 mm slides. For 35 mm slide to be used in a carousel with a projector overhead for transparencies, for an overhead projector, banner for a banner of, for a web page, custom for slides that are not non-standard size. അടുത്തത് ആനിമേഷൻ ടാബാണ്. ഇത് 3 ഗ്രൂപ്പായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പ്രിവ്യൂ, ആനിമേഷൻസ്, ട്രാൻസാക്ഷൻ ടു ദിസ് സ്ലൈഡ്. അതായത് നമുക്ക് ഈ ഓരോ ഒബ്ജക്റ്റിനും ആനിമേഷൻ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആനിമേഷൻസ്, ട്രാൻസാക്ഷൻസ് ആൻഡ് എഫക്ട്സ് ദാറ്റ് കൺട്രോൾ മൂവ്മെൻറ്റ് ഫ്രം വൺ സ്ലൈഡ് ടു അനദർ, ദാറ്റ് ഈസ് ഫെയ്ഡിങ് ഇൻ ആൻഡ് ഫെയ്ഡിങ് ഔട്ട്. അതായത് നമുക്ക് ഈ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നതാണ് ഒരു സ്ലൈഡിൽ നിന്ന് മറ്റൊരു സ്ലൈഡിലേക്ക് പോകുന്നത്. ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ സ്ലൈഡ്സ്. In the transition to this slide group, click the button in the column of 3 of the right of the palette. Click any transition that to see the effect played out on your presentation. Slides in the background. When you have chosen an effect, it will work. When you move to this current slide, you can have effect to work on every slide in a presentation, clicking by apply to button to all button. Okay. ഇനി ആനിമേഷൻസ് നോക്കാം. ആനിമേഷൻസ് എന്ന് പറയുമ്പോൾ അതിൽ വൈപ്പ്, ഫെയ്ഡ്, ഫ്ലൈ, ഇതിലേത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്നത് നമുക്ക് നമ്മളേതായിട്ടുള്ള ഒരു സ്കീം ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അവിടെ കസ്റ്റം ആനിമേഷൻ ഉണ്ട്. ഇനി ഇതിൽ വരുന്നത് ആഡ് എഫക്റ്റ് എന്ന് പറയുന്ന എൻട്രൻസ്, എംഫസിസ്, എക്സിറ്റ്, മോഷൻ പാത്ത്, ഈ 4 ഓപ്ഷൻസ് ആണ് വരുന്നത്. ഒന്നുകൂടി പറയാം. അതായത് എൻട്രൻസ് എന്ന് പറയുമ്പോൾ യു ക്യാൻ ആനിമേറ്റ് ദ വേ ദാറ്റ് ദ എലമെൻറ്റ് അപ്പിയേഴ്സ് ഓൺ ദ സ്ലൈഡ്. അതായത് ആ ഒരു എലമെൻറ്റ് സ്ലൈഡിലേക്ക് വരുന്നതിന് നമുക്ക് എൻട്രൻസ് എന്ന് പറയാം. എംഫസിസ് എന്ന് പറയുമ്പോൾ അത് യു ക്യാൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ എലമെൻറ്റ് ബൈ ചേഞ്ചിങ് ഇറ്റ്സ് ഫോണ്ട് സൈസ്. അതായത് അത് അവിടെ നിൽക്കുന്ന ആ ഒരു എഫക്റ്റിനാണ് എംഫസിസ് എന്ന് പറയുന്നത്. എക്സിറ്റ്, യു ക്യാൻ ആനിമേറ്റ് ദ വേ ദാറ്റ് ദ എലമെൻറ്റ് ലീവ്സ് ഓൺ ദ സ്ലൈഡ്. സ്ലൈഡിൽ നിന്ന് ലീവ് ചെയ്യുന്നത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി മോഷൻ പാത്ത് എന്ന് പറയുന്നത് ആ ഒരു ഐറ്റം ഏത് വേയിലാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. യു ക്യാൻ മൂവ് ദ എലമെൻറ്റ് അറൗണ്ട് ദ സ്ലൈഡ് ഇൻ വേരിയസ് വേസ്, ഡയഗണലി, അപ്പർ റൈറ്റ് കോർണർ, സെക്കുലർ മോഷൻ, ഇങ്ങനെ പലതും കൊടുക്കാൻ പറ്റും. ഇതാ എൻട്രൻസ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നതാണ് ബ്ലൈൻഡ്സ്, ബോക്സ്, ചെക്ക് ബോർഡ്, ഡയമണ്ട്, ഫ്ലൈയിങ്. ഇനി കസ്റ്റം ആനിമേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓൺ ക്ലിക്ക്, ഫ്രം ലെഫ്റ്റ്, വെരി ഫാസ്റ്റ്, ഇതൊക്കെ കൊടുക്കാൻ പറ്റും. ഇനി എംഫസിസ് ആണെങ്കിൽ എംഫസിസിൽ വരുന്നതാണ് ചേഞ്ച് ഫോണ്ട്, ചേഞ്ച് ഫോണ്ട് സൈസ്, ചേഞ്ച് ഫോണ്ട് സ്റ്റൈല്, ഗ്രോ, ഷ്രിങ്ക്, സ്പിന്ന് തുടങ്ങിയവ. ഇനി എക്സിറ്റ് ആണെങ്കിൽ ബ്ലൈൻഡ്സ്, ബോക്സ്, ചെക്കർ ബോർഡ്, ഡയമണ്ട്, ഫ്ലൈ ഔട്ട്. മോർ എഫക്ട്സ് ഉണ്ട്. മോഷൻ പാത്ത് ഡയഗണൽ ഡൗൺ റൈറ്റ്, ഡയഗണൽ അപ്പ് റൈറ്റ്, ഡൗൺ ലെഫ്റ്റ്, റൈറ്റ് അപ്പ്. ഡ്രോ കസ്റ്റം പാത്ത്, നമുക്ക് കസ്റ്റം പാത്ത് ഡ്രോ ചെയ്യാൻ പറ്റും. ലൈന്, കർവ്, ഫ്രീ ഫോം, സ്ക്രിബിൾ, ഇതൊക്കെയാണ് ഇത് ചോദിച്ചിട്ടുണ്ട്. ലൈന്, ഫോം, ലൈന്, കർവ്, ഫ്രീ ഫോം, സ്ക്രിബിൾ, ഇതാണ് കസ്റ്റം പാത്ത് എന്ന് പറയുന്നത് മോഷൻ പാത്തിൻ്റെ. The presentation. To deliver your presentation to an audience from the computer, start PowerPoint, load your presentation, click the slideshow tab, click from the beginning button on the slideshow group, use the left mouse button and enter key, page down key. അതായത് നമുക്ക് ആ ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അടുത്തത് നമുക്ക് ആ ഒരു സ്ലൈഡിൽ ഒബ്ജക്ട്സിനെ അറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പവർപോയിൻറ്റിൽ നമുക്ക് അലൈൻ ചെയ്യാം, ഗ്രൂപ്പ് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം, ഒബ്ജക്ട്സിനെ ഓർഡർ ചെയ്യാം. അതായത് പിക്ചേഴ്സ്, ഷേപ്സ്, ടെക്സ്റ്റ് ബോക്സ്, അതൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി ഒബ്ജക്റ്റിനെ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഒബ്ജക്റ്റിനെയാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം സൈസിങ് ഹാൻഡിൽസ് അതിൻ്റെ ചുറ്റുമായിട്ട് വരും. അതിന് നമുക്ക് ആ ഒരു ഇത് വെച്ചിട്ട് സൈസിങ് ഹാൻഡിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഫോർമാറ്റ് ടാബിൽ അലൈൻ കമാൻഡിൽ അറേഞ്ച് ഗ്രൂപ്പ് ഉണ്ടാവും. അതിൽ ബ്രിങ് ടു ഫ്രണ്ട്, സെൻഡ് ടു ബാക്ക്, സെലക്ഷൻ പെയിൻ, ഇതൊക്കെ അവൈലബിൾ ആണ്. അലൈൻ എന്ന് പറയുമ്പോൾ
align the edges of the multiple selected objects. You can also center them or distribute them evenly across the page. ഇനി ബ്രിങ് ടു ഫ്രണ്ട് എന്ന് പറയുമ്പോൾ അതിൽ നോക്കാം അലൈൻ ലെഫ്റ്റ്, അലൈൻ സെൻറ്റർ, അലൈൻ റൈറ്റ്, അലൈൻ ടോപ്പ്, അലൈൻ മിഡിൽ, അലൈൻ ബോട്ടം, ഡിസ്ട്രിബ്യൂട്ട് ഹൊറിസോണ്ടലി, ഡിസ്ട്രിബ്യൂട്ട് വേർട്ടിക്കലി, ഇതൊക്കെ ഇതുണ്ട്. ദർ ആർ 6 ബേസിക് അലൈൻമെൻറ്റ്സ് ഓപ്ഷൻസ് ഇൻ അലൈൻമെൻറ്റ് മെനു. അലൈൻമെൻറ്റ് മെനുവിൽ 6 ഓപ്ഷൻസ് ആണ് വരുന്നത്. അലൈൻ റൈറ്റ്, അലൈൻ സെൻറ്റർ, അലൈൻ ലെഫ്റ്റ്, അലൈൻ റൈറ്റ്, അലൈൻ ടോപ്പ്, അലൈൻ മിഡിൽ, align bottom. Okay. Grouping and rotating objects. Another command you can use to rearrange object എന്ന് പറയുന്നത് ഗ്രൂപ്പ് കമാൻഡാണ്. അതായത് ഒരു സ്ലൈഡിൽ ഒന്നിലധികം പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ മൊത്തത്തിൽ അതിനെ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ കൊണ്ടുപോകാൻ പറ്റും. അതായത് ഓരോ സ്ലൈഡും മൂവ് ചെയ്യാതെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് സ്ലൈഡിനെ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒരു ഒബ്ജക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഈ ഒബ്ജക്ട്സ് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒബ്ജക്ട്സിനെ ആദ്യം സെലക്ട് ചെയ്യാം. അതിനുശേഷം ഫോർമാറ്റ് ടാബിൽ ഗ്രൂപ്പ് കമാൻഡിൽ അറേഞ്ച് ഗ്രൂപ്പിൽ സെലക്ട് ഗ്രൂപ്പ് ഫ്രം ദ മെനു. The selected objects will become grouped into one object. This is indicated by the box with the sizing handles includes all selected objects. അതായത് നമുക്ക് ഈ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സാധാ ഒരു പിക്ചറിന് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന് വരുന്ന പോലെ തന്നെ സൈസിങ് ഹാൻഡിൽസ് വരുന്നതാണ്. ഇതവിടെ ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻ ഇവിടെയാണ്, അറേഞ്ചിലാണ് വരുന്നത്. ഇനി റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ദ ഒബ്ജക്റ്റ് യു വോണ്ട് ടു റൊട്ടേറ്റ്. ദ ഫോർമാറ്റ് ടാബ് വിൽ അപ്പിയർ ഓൺ ദ റിബൺ. സെലക്ട് ദ ഫോർമാറ്റ് ടാബ്, ക്ലിക്ക് ദ റൊട്ടേറ്റ് കമാൻഡ് ഇൻ ദ അറേഞ്ച് ഗ്രൂപ്പ്. അറേഞ്ച് ഗ്രൂപ്പിൽ റൊട്ടേറ്റ് എടുക്കാം. ഹോവർ ഓവർ മെനു ഓപ്ഷൻസ്, ഇതിൽ നമുക്ക് എങ്ങനെ വേണോ അങ്ങനെ ചെയ്യാൻ പറ്റും. റൊട്ടേറ്റ് റൈറ്റ് 90 ഡിഗ്രി, റൊട്ടേറ്റ് ലെഫ്റ്റ് 90 ഡിഗ്രി, ഫ്ലിപ്പ് വേർട്ടിക്കൽ, ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ. ഓക്കെ, റൊട്ടേറ്റ് എന്ന് പറയുമ്പോൾ റൊട്ടേറ്റ് അല്ലെങ്കിൽ ഫ്ലിപ്പ് എന്ന് പറയുന്നത് സെലക്റ്റഡ് ഒബ്ജക്റ്റിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഷോർട്ട് കട്ട് കീസാണ്. F5 എന്ന് പറയുന്നത് ബിഗിനിങ്ങിൽ നിന്ന് ആ ഒരു പ്രസൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Shift+F5 കറൻറ്റ് സ്ലൈഡിൽ നിന്നും പ്രസൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. B അല്ലെങ്കിൽ പീരിയഡ്, ഒരു ബ്ലാങ്ക് സ്പേസ് അല്ലെങ്കിൽ ഡിസ്പ്ലേ ബ്ലാങ്ക് സ്ലൈഡ് ഓർ റിട്ടേൺ ദ പ്രസൻറ്റേഷൻ ഫ്രം ദ ബ്ലാക്ക് സ്ലൈഡ്. W അല്ലെങ്കിൽ കോമ. ബ്ലാങ്ക് വൈറ്റ് സ്ലൈഡ് അല്ലെങ്കിൽ റിട്ടേൺ ദ പ്രസൻറ്റേഷൻ ഫ്രം ദ ബ്ലാങ്ക് വൈറ്റ് സ്ലൈഡ്. എസ്കേപ്പ് അല്ലെങ്കിൽ ഹൈഫൺ എൻഡ് ദ പ്രസൻറ്റേഷൻ. Ctrl+P changes the mouse pointer from an arrow to a pen. Ctrl+N create a new presentation document. Ctrl+M to insert a new slide in PowerPoint. Ctrl+Open an existing presentation document. Ctrl+Q save and close presentation. Ctrl+F2 print preview. Ctrl+T to view the computer taskbar during the slideshow. Insert chart from within PowerPoint. PowerPointലേക്ക് ചാർട്ട് ആഡ് ചെയ്യുന്നതാണ്. അതായത് നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ, അതായത് ചാർട്ട് ഇൻസേർട്ട് ചെയ്യാൻ എവിടെയാണോ ഉദ്ദേശിക്കുന്നത് അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇൻസേർട്ട് ടാബിൽ ഇല്ലുസ്ട്രേഷൻ ഗ്രൂപ്പിൽ ചാർട്ട് കൊടുക്കുക. അതിനുശേഷം ചാർട്ട് ഡയലോഗ് ബോക്സ് വരും. അതിനുശേഷം ചാർട്ട് കൊടുക്കുക. ഓക്കെ, അതായത് നമുക്കിവിടെ ഒരു വർക്ക് ബുക്ക് അല്ലെങ്കിൽ എക്സലിൻ്റെ ഒരു ഇത് വേണം, ഡാറ്റ വേണം. എന്നാൽ മാത്രമേ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചാർട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് Office Excel 2007 opens a split window and displays sample data on a worksheet. അതായത് ഇത് സ്ക്രീന് പെട്ടെന്ന് സ്പ്ലിറ്റ് ആവും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അത് ആ ഒരു വിൻഡോയിൽ നമുക്ക് Excel 2007 ഒരു സാമ്പിൾ ഡാറ്റ അവിടെ കൊടുത്തിട്ടുണ്ടാവും. അതിൽ നമുക്ക് ആ സാമ്പിൾ ഡാറ്റ റീപ്ലേസ് ചെയ്തിട്ട് ഏതാണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആ വർക്ക്ഷീറ്റ് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വർക്ക്ഷീറ്റ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ചാർട്ടും അവിടെ അപ്ഡേറ്റ് ആവും. ഓക്കെ, ഇവിടെ ചാർട്ടുകൾ ടൈപ്പ് നോക്കാം. കോളം, ലൈൻ, പൈ, ബാർ, ഏരിയ, XY ചാർട്ട്, സ്റ്റോക്ക്, XY ചാർട്ട്, സ്കാറ്റർ, സ്റ്റോക്ക്, സർഫസ്, ഡോനറ്റ്, ബബിൾ, റഡാർ, ഇതൊക്കെയാണ് വരുന്നത്. അതായത് ഈ ഒരു രീതിയിൽ സ്പ്ലിറ്റ് ആവും, സ്ക്രീന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. ഇതിൽ എക്സലിൻ്റെ ഒരു ഷീറ്റും പിന്നെ പവർ പോയിന്റിൽ ആ ഒരു ഇതിൻ്റെ ചാർട്ടിൻ്റെ ആ ഒരു ഷീറ്റും വരും. ഓക്കെ,
ടു വ്യൂ ദ പ്രസൻറ്റേഷൻ ഇൻ സ്ലൈഡ് ഷോ വ്യൂ. അങ്ങനെയാണ് ചാർട്ട് ആഡ് ചെയ്യുന്നത്. ചാർട്ടിൻ്റെ ടൈപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഒന്നുകൂടി നോക്കാം. ഓക്കെ, ടു വ്യൂ ദ പ്രസൻറ്റേഷൻ ഇൻ സ്ലൈഡ് ഷോ ക്ലിക്ക് ദ സ്ലൈഡ് ഷോ കമാൻഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ വിൻഡോ വൈൽ ഇൻ നോർമൽ വ്യൂ. അതായത് നോർമൽ വ്യൂവിൽ ഇരിക്കുമ്പോൾ നമുക്ക് ആ വിൻഡോൻ്റെ താഴെയായിട്ട് സ്ലൈഡ് ഷോ വ്യൂ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ സ്ലൈഡ് ഷോ ടാബിൽ ഫ്രം ദ ബിഗിനിങ് അല്ലെങ്കിൽ ഫ്രം ദ കറൻറ്റ് സ്ലൈഡ് അത് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സെറ്റ് ദ ഡിസൈഡ് ഓപ്ഷൻസ് ഇൻ ദ ഡയലോഗ് ബോക്സ്. അപ്പോൾ ഇത് പ്രസൻറ്റ് ബൈ എ സ്പീക്കർ ഫുൾ സ്ക്രീന്, ബ്രൗസ്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ വിൻഡോ, ബ്രൗസ്ഡ് അറ്റ് എ കിയോസ്ക് ഫുൾ സ്ക്രീന്, ലൂപ്പ് അൺടിൽ എസ്കേപ്പ്, ഷോ വിത്തൗട്ട് നറേഷൻ, ഷോ വിത്തൗട്ട് ആനിമേഷൻ, ഇതൊക്കെയാണ് വരുന്നത്. സെലക്ട് ദ സ്ലൈഡ് ഷോ ടാബ്, സെലക്ട് ദ സ്ലൈഡ് യു ഡു നോട്ട് വാണ്ട് ടു ഡിസ്പ്ലേ ഡ്യൂറിങ്. അതായത് നമുക്കൊരു പ്രസൻറ്റേഷനിൽ ഒരു സ്ലൈഡ് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലൈഡ് ഷോ ടാബ് എടുക്കുക. നമുക്ക് ഏതാണോ ഹൈഡ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് ഹൈഡ് സ്ലൈഡ് കൊടുത്തു കഴിഞ്ഞാൽ ഹൈഡ് ആവും. ഇനി റിഹേഴ്സ് സ്ലൈഡ് ടൈമിങ്സ് ആണ്. അതായത് ഈ ഒരു പ്രസൻറ്റേഷൻ എത്ര സമയം നീണ്ടുപോകും എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഈച്ച് ടൈം ദ മൗസ് ഈസ് ക്ലിക്ക്ഡ് ദ ട്രാൻസിഷൻ on the item or slide timing can be recorded. This allows presenter to get better feel for how long each slide for or item should be on the screen. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു പ്രസൻറ്റേഷന് ഇത്ര ടൈം ഉണ്ടാകും. അപ്പോൾ ഓരോ സ്ലൈഡിനും നമ്മൾ എത്രത്തോളം ടൈം എടുക്കുന്നത് എന്നുള്ളതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൽ സ്ലൈഡ് ഷോ, അതായത് ഗോ ടു ദ സ്ലൈഡ് ഷോ സ്ലൈഡ് ഷോ ടാബിലേക്ക് പോവുക, റിഹേഴ്സ് ടൈമിങ് കൊടുക്കുക. റിഹേഴ്സ് ടൈമിങ് കൊടുത്തിട്ട് നമുക്ക് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലൊരു ഒരു ബോക്സ് വരും. അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്രദമായെന്നുള്ളതും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.